ഇങ്ങനെ ചെയ്യുമ്പോൾ ഹലോ മൈ ഡിയർ ലേണേഴ്സ്, വെൽക്കം ടു എക്സാം പോയിന്റ്സ് ലൈവ് സെഷൻ. അപ്പം ഇത് നമ്മളുടെ ലൈവ് സെഷനാണ്. ഓക്കെ, അപ്പം നിങ്ങളെല്ലാവരും എക്സാമിന് വേണ്ടി ഫൈനൽ പ്രിപ്പറേഷനിലാണെന്ന് മിസ്സിന് അറിയാം. അപ്പം എന്തൊക്കെയാണ് പഠിച്ചത്, ഏതൊക്കെയാണ് പഠിച്ചതെന്നൊക്കെ നമുക്ക് ഒന്നും കൂടെ റിവൈസ് ചെയ്യാം. അതിനാണ് ഇന്നത്തെ ലൈവ് സെഷൻ. അപ്പം ഫസ്റ്റ് ടേം എക്സാമിനേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ ഇംഗ്ലീഷ് എക്സാം ആണല്ലേ. അപ്പം നിങ്ങൾ പഠിച്ചതൊക്കെ കറക്റ്റാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും പോയിന്റ്സ് വിട്ടുപോയിട്ടുണ്ടോ എന്നൊക്കെ അറിയാനാണ് ഇന്നത്തെ ലൈവ് സെഷൻ. ഓക്കെ, സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ് സെൻഡ് ദിസ് ലിങ്ക് ടു യുവർ ഫ്രണ്ട്സ് ഓൾസോ. അപ്പം നമ്മൾ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഫ്രണ്ട്സും പഠിക്കട്ടെ. അപ്പോൾ അവർക്കും നല്ല മാർക്ക് കിട്ടുമ്പോഴല്ലേ നമുക്ക് സന്തോഷം ഉണ്ടാവുക അല്ലേ. അപ്പം ഷെയർ ദിസ് ലിങ്ക് വിത്ത് യുവർ ഫ്രണ്ട്സ് ഓൾസോ സോ ദാറ്റ് എവറിബഡി ക്യാൻ ലേൺ ടുഗെദർ. അപ്പം ഓണമൊക്കെ വരികയാണ്. അപ്പോൾ ഓണമൊക്കെ അടിച്ച് പൊളിക്കണമെങ്കിൽ എന്ത് വേണം? എക്സാം നന്നായിട്ട് എഴുതണം. അപ്പോൾ സ്ട്രെസ് ഫ്രീ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓണം എൻജോയ് ചെയ്യാൻ പറ്റും അല്ലേ. അല്ലെങ്കിൽ എക്സാം ടഫായാൽ നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. അപ്പോൾ അതൊന്നും വേണ്ട. സോ എക്സാം നന്നാവാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. സോ ഇഫ് യുവർ പ്രിപ്പറേഷൻസ് ആർ വെരി ഗുഡ്, സോ യു ക്യാൻ സ്കോർ ഗുഡ് മാർക്സ് അല്ലേ. അപ്പം നമുക്ക് എന്തായാലും എന്തൊക്കെ പഠിക്കാനുണ്ട്, എന്തൊക്കെ പഠിച്ചു എന്നൊക്കെ നമുക്ക് നോക്കാം. നിങ്ങളെല്ലാവരും ഇപ്പോൾ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലായിരിക്കും അല്ലേ. കാരണം എന്താ, ടെക്സ്റ്റ് ബുക്കൊക്കെ മാറി. ഇപ്പം എക്സാം പാറ്റേൺ എങ്ങനെയാണ്, എങ്ങനെ ക്വസ്റ്റ്യൻ വരും, പുതിയ ചാപ്റ്റേഴ്സ് ആണെല്ലാം. അപ്പം നമുക്ക് റെഫറൻസിന് വേണ്ടി മെറ്റീരിയൽസ് ഒന്നും ഇല്ല. ഇപ്പം വേറെ ഒന്നും നമുക്ക് നോക്കാനില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, നമുക്ക് ലൈവ് സെഷനിൽ മിസ്സ് കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ പറഞ്ഞു തരും. ഈ ചാപ്റ്ററിൽ നിന്ന് എന്തൊക്കെ വരാൻ സാധ്യതയുണ്ടെന്ന് മിസ്സിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് എന്താണ് ഇതൊക്കെ പഠിക്കാം, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമെന്ന് അറിഞ്ഞാൽ അതിനനുസരിച്ച് യു ക്യാൻ പ്രിപ്പയർ. ഓക്കെ, അതാണ് മിസ് ഇന്ന് ലൈവിലൂടെ നിങ്ങളെ സഹായിക്കാനാണ് വന്നിരിക്കുന്നത്. സോ നമ്മളുടെ ക്ലാസ് തുടങ്ങുകയാണ് കേട്ടോ. സോ ഐ ഹോപ്പ് ഓൾ ഓഫ് യു ആർ റെഡി. അപ്പോൾ തുടങ്ങുന്നതിന് മുമ്പ് എന്ത് വേണം? യു ഹാവ് ടു ഗെറ്റ് എ പെൻ ആൻഡ് എ ബുക്ക്. അപ്പോൾ എന്താണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ റൈറ്റ് ഇറ്റ് ഡൗൺ സോ ദാറ്റ് ലൈവ് ക്ലാസ് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒന്നും കൂടെ പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പം keep a pen and book ready with you so that you can write the important points. Okay. So once again, welcome to Exam Points live session. So നമുക്ക് ആദ്യം നമ്മുടെ സിലബസ് എന്താണെന്ന് അറിയണം അല്ലേ. സിലബസ് എന്താണെന്ന് അറിഞ്ഞാലേ എങ്ങനെ പഠിക്കണം, ഏതൊക്കെ പഠിക്കാനുണ്ടെന്ന് അറിയൂ. So you have 2 units here, Harmony of Marvels and Imagination. Okay. Yes, good evening all. Good evening. ഹാർമണി ഓഫ് മാർവൽസ്, അതിൽ തന്നെ നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട്? 3 ലെസൺസ് പഠിക്കാനുണ്ട്. ആൻഡ് ഓൾസോ ഇൻ ഇമാജിനേഷൻ എന്ന് പറഞ്ഞിട്ട് യൂണിറ്റിൽ വി ഹാവ് 2 ലെസൺസ് ടു സ്റ്റഡി. എല്ലാ യൂണിറ്റിലും ഓരോ പോയിട്രി ഉണ്ട്. ഓക്കെ, ആൻഡ് ഇൻ വണ്ടറൈസിങ് ഇസ് എ പോയിട്രി ആൻഡ് ഓൾസോ ഫോറിൻ ലാൻഡ്സ് ഇസ് ഓൾസോ എ പോയിട്രി. അപ്പം നമുക്ക് 2 പോയിട്രി ഇവിടെ പഠിക്കാനുണ്ട്. ബാക്കിയൊക്കെ പ്രോസ് ആണ്, അതായത് കഥകളാണ്. ഓക്കെ, എ റോബോട്ട് വിത്ത് എ വൈറസ് and in wondering glimpses of the Emirates, the doll's journey, foreign lands. മിസ് ഈ ചാപ്റ്ററിൻ്റെ പേര് പിന്നും എടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ചാപ്റ്റർ കാണുമ്പോൾ കഥ ഓർമ്മ വരണം അല്ലേ, എന്നാലേ നന്നായിട്ട് എഴുതാൻ പറ്റൂ. ഓക്കെ, a robot with a virus. നമുക്ക് ആദ്യം അതിലുള്ള മെയിൻ പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബ്രീഫായിട്ട് മിസ് പറയൂ, കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടെ ബ്രഷപ്പ് ചെയ്യാണ് നമ്മളല്ലേ. അപ്പം നമുക്ക് മെയിൻ പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. റിക്കി മെസ്സിനെസ്. റിക്കി എങ്ങനത്തെ ഒരു കുട്ടിയായിരുന്നു? എല്ലാം വലിച്ചു വാരിയിടുന്ന ഒരു സ്വഭാവമുള്ള ഒരു കുട്ടിയായിരുന്നു റിക്കി അല്ലേ. റിക്കി ഈസ് എ 11-year-old ബോയ്, 11 വയസ്സുള്ളൊരു കുട്ടിയാണ്. ഹൂ ഈസ് വെരി മെസ്സി ആൻഡ് ലീവ്സ് ഹിസ് തിങ്സ് all over the house. ഓക്കെ, എന്ത് തരത്തിലുള്ള കുട്ടിയാണ് റിക്കി? മെസ്സി ആണ് അല്ലേ, വെരി മെസ്സി. സോ ഇവിടെ എന്താണ്, റോബോട്ട് ഉണ്ട്, അതിനൊരു വൈറസ് ഉണ്ടെന്നും പറയുന്നുണ്ട് അല്ലേ. റോബോട്ട് വിത്ത് എ വൈറസ്. അപ്പം നമുക്ക് എന്താണ് റോബോട്ടിൻ്റെ വൈറസ് എന്ന് നോക്കാം. ഓക്കെ, yes. So Ricky is a 11-year-old boy. അപ്പം അത് എപ്പോഴും ഓർമ്മ വേണം, ഒരു കൊച്ചു കുട്ടിയാണ്, 11 വയസ്സുള്ള നിങ്ങളെ പോലത്തെ ഒരു കുട്ടിയാണ്. ആൻഡ് ഈസ് വെരി മെസ്സി, എല്ലാം അലങ്കോലാക്കി ഇടുന്ന സ്വഭാവമുള്ളൊരു കുട്ടിയായിരുന്നു.
തിങ്സ് ഓൾ ഓവർ ദ ഹൗസ്. അപ്പോൾ വീട്ടിൽ വലിച്ചു വാരിയിടുന്ന സ്വഭാവമുള്ളൊരു കുട്ടിയാണ് ആര്? റിക്കി. മിസ് പിന്നും പറയാണ് കേട്ടോ, നിങ്ങൾ മറന്നു പോവാതിരിക്കാനാണ്. ഐ എം റിപ്പീറ്റിംഗ് ഇറ്റ് അഗൈൻ ആൻഡ് അഗൈൻ. റോബോട്ട് ഹെൽപ്പർ. അപ്പം ആരാ വന്നത്? റോബോട്ടാണ് വന്നത്. റോബോട്ട് എന്തിനാണ്? ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ? ഹിസ് പേരൻസ് ബൈ എ ബട്ട്ലർ റോബോട്ട്. ഹൂസ് എ ബട്ട്ലർ റോബോട്ട്? ബട്ട്ലർ റോബോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബട്ട്ലർ ആരാണ്? ഹൂ ഡസ് ഓൾ ദ ഹൗസ് ഹോൾഡ് വർക്ക്സ് അല്ലേ? വീട്ടിലുള്ള കുക്കിംഗ്, ക്ലീനിങ് എല്ലാ കാര്യങ്ങളും കൂടെ ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരാളെയാണ് നമ്മൾ എന്ത് പറയുക? ബട്ട്ലർ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ബട്ട്ലർ റോബോട്ട്. അപ്പോൾ വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ആരെ കൊണ്ടുവരികയാണ്? ഒരു ബട്ട്ലർ റോബോട്ടിനെ കൊണ്ടുവരികയാണ്. ടു ഹെൽപ്പ് ക്ലീൻ ദ ഹൗസ് ആൻഡ് പിക്ക് അപ്പ് ആഫ്റ്റർ റിക്കി. അതായത് റിക്കി അലങ്കോലമാക്കി ഇടുന്ന സാധനങ്ങളൊക്കെ എടുത്ത് പെറുക്കി വൃത്തിയാക്കി വെക്കാനും വീട് വൃത്തിയാക്കാനും ബാക്കി വീട്ടിലുള്ള ജോലികൾ ചെയ്യാനൊക്കെ കൊണ്ടുവരുന്ന ആള് റോബോട്ടിന്. റിക്കീസ് പ്രോബ്ലം. റിക്കിക്ക് ഒരു പ്രോബ്ലം ഉണ്ട്. എന്താണ് റിക്കിയുടെ പ്രോബ്ലം? റിക്കി ഗെറ്റ്സ് അപ്സെറ്റ് ബിക്കോസ് ഹി കാൺറ്റ് ഫൈൻഡ് ഹിസ് ഫേവറേറ്റ് ടീ-ഷർട്ട് ആൻഡ് ഫുട്ബോൾ ആഫ്റ്റർ ദ റോബോട്ട് ക്ലീൻസ് ഹിസ് റൂം. ഇപ്പോൾ റോബോട്ട് എന്താണ്? നിലത്തുള്ള സാധനങ്ങളൊക്കെ പെറുക്കി എടുത്ത് വെക്കുന്ന ആളാണ് റോബോട്ട്. അപ്പം റിക്കിക്ക് ദേഷ്യം എന്താണ്? റോബോട്ട് വന്നതിന് ശേഷം റിക്കിയുടെ സാധനങ്ങളൊന്നും കാണുന്നില്ല അല്ലേ? റിക്കി ഇസ് അൺഏബിൾ ടു ഫൈൻഡ് ദ തിങ്സ്. ആൻഡ് വാട്ട് ഹാപ്പൻസ്? റിക്കി ഗോസ് ആൻഡ് കംപ്ലെയിൻസ് അബൌട്ട് ദ റോബോട്ട് ടു ഹിസ് ഫാദർ. അപ്പം അച്ഛന് എന്ത് ചെയ്യാണ്? അച്ഛനോട് പോയിട്ട് കംപ്ലൈൻറ്റ് പറയാണ് റിക്കി. വാട്ട് ഈസ് ദ കംപ്ലൈൻറ്റ്? റിക്കി തിങ്സ് ദ റോബോട്ട് ഇസ് സ്റ്റീലിംഗ്. റിക്കിയുടെ സാധനങ്ങളൊക്കെ മോഷ്ടിച്ച് കൊണ്ടുപോകാനാണ് റിക്കി വിചാരിച്ചിരിക്കുന്നത്. His stuffs and complains to his parents, but his dad insists that robot is doing his job. അപ്പം ഫാദർ എന്ത് പറയുന്നുണ്ട്? റിക്കി ഈസ് ഡൂയിങ് ഹിസ് ജോബ് പ്രോപ്പർലി. റോബോട്ട് ഇസ് ഡൂയിങ് ദ ജോബ് പ്രോപ്പർലി. റോബോട്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്ന, വീടൊക്കെ വൃത്തിയാക്കി വെക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടെന്ന് ആര് പറയുന്നു? റിക്കിയുടെ അച്ഛൻ പറയുന്നു. ഓക്കെ, ആൻഡ് ദെൻ വാട്ട് ഹാപ്പൻസ്? ഡിസ്കവറി. ഒരു കണ്ടുപിടുത്തം അവിടെ നടക്കുന്നുണ്ട്. വാട്ട് ഈസ് ദ ഡിസ്കവറി? റിക്കി ഫോളോസ് ദ റോബോട്ട് ആൻഡ് ഫൈൻഡ്സ് ഔട്ട് ഇറ്റ്സ് നോട്ട് സ്റ്റീലിംഗ്. ഇപ്പം നേരത്തെ എന്താ റിക്കി പറഞ്ഞത്? റോബോട്ട് മോഷ്ടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ? സോ റിക്കി ഈസ് ടെല്ലിംഗ് ദാറ്റ് റോബോട്ട് ഇസ് നോട്ട് സ്റ്റീലിംഗ്. ഇപ്പം സ്റ്റേറ്റ്മെൻറ്റ് മാറ്റി. ആദ്യം പറഞ്ഞു സ്റ്റീൽ ചെയ്യുന്നുണ്ടെന്ന്, ഇപ്പം സ്റ്റീൽ ചെയ്യുകയല്ല എന്ന് ഡിസ്കവർ ചെയ്യാണ്. എങ്ങനെയാണ്? ബട്ട് ഓർഗനൈസിങ് ഹിസ് തിങ്സ് ആൻഡ് സെൻഡിങ് അൺയൂസ്ഡ് ഐറ്റംസ് ടു പീപ്പിൾ ഹൂ നീഡ് ദം. ഇപ്പം എന്താ ചെയ്യുന്നത്? നിലത്ത് കിടന്ന സാധനങ്ങളൊക്കെ റിക്കിക്ക് വേണ്ടാത്തതാണെന്ന് ആര് കരുതുന്നു? റോബോട്ട്. അത് അങ്ങനെയാണ് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. ദ റോബോട്ട് ഇസ് പ്രോഗ്രാംഡ് ഇൻ സച്ച് എ വേ ടു ക്ലിയർ ദ മെസ്സി തിങ്സ് അറൗണ്ട്. ആൻഡ് വേണ്ടാത്ത സാധനങ്ങൾ ഇറ്റ് ഈസ് പ്രോഗ്രാംഡ് ഇൻ എ വേ ദാറ്റ് അത് വേണ്ട ആവശ്യക്കാരിൽ എത്തിക്കാനും അതിനെ പ്രോഗ്രാം ചെയ്യാറ് ഡിസൈൻ ചെയ്യുക. അതിനെ അങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, റിക്കി ലേൺസ്. എന്തോ ഒരു കാര്യം റിക്കി പഠിക്കുന്നുണ്ട്. ഓക്കെ, റിക്കി റിയലൈസസ് ഹി ഹാസൻ ബീൻ ടേക്കിംഗ് കെയർ ഓഫ് തിങ്സ് ആൻഡ് ഫീൽസ് ബാഡ് അബൌട്ട് ഇറ്റ്. കണ്ടോ? റിക്കി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തെറ്റായിരുന്നു. അവൻ്റെ സ്വന്തം കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി വെച്ചിരുന്നില്ല, വേണ്ടാത്ത സാധനങ്ങൾ വേറെ ആർക്കും കൊടുക്കാമായിരുന്നു. അങ്ങനത്തെ ചിന്തയൊക്കെ റോബോട്ട് വന്നതിന് ശേഷമാണ് റിക്കിക്ക് തോന്നുന്നത്. ഓക്കെ, നൗ ചേഞ്ച്. റിക്കി ഡിസൈഡ്സ് ടു ബി മോർ റെസ്പോൺസിബിൾ. ഇനി മുതൽ കുറച്ചും കൂടെ റെസ്പോൺസിബിൾ ആവണം. ഇങ്ങനെ വെറുതെ വലിച്ചു വാരിയിട്ടാൽ പോരാ, വൃത്തിയാക്കി വെക്കണം, വേണ്ടാത്ത സാധനങ്ങൾ വേണ്ട ആവശ്യക്കാരിൽ എത്തിക്കാനും ചെയ്യണം എന്നുള്ളൊരു ബോധം ആർക്ക് വരികയാണ്? റിക്കിക്ക് വരികയാണ്. ദാറ്റ് ഈസ് ബിക്കംസ് മോർ റെസ്പോൺസിബിൾ. കീപ്സ് ഹിസ് തിങ്സ് ടൈഡി. കീപ്സ് ഹിസ് തിങ്സ് ടൈഡി പറഞ്ഞാൽ വൃത്തിയാക്കി വെക്കുക. ആൻഡ് ഈവൻ ഹെൽപ്സ് അതേഴ്സ് വിത്ത് വാട്ട് ഹി ഹാസ്. അപ്പം റിക്കിക്കുള്ള സാധനങ്ങൾ മറ്റവർക്ക് ഷെയർ ചെയ്തിട്ട് റിക്കി അങ്ങനെ കുറച്ചും കൂടെ റെസ്പോൺസിബിൾ ആവുകയാണ്. ഓക്കെ, ക്ലിയർ ആണോ മക്കളെ? സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ചാപ്റ്റേഴ്സ് മെയിൻ പോയിന്റ്സ്. ഓക്കെ, ആൻഡ് ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇനി മിസ് പറയാൻ പോകുന്നത്. വൺ ഇസ് കോൺവെർസേഷൻ. കോൺവെർസേഷൻ റിക്കീൻ്റെ ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. ലെറ്റ്സ് സീ ദ ക്വസ്റ്റ്യൻ. റിക്കി ടെൽസ് ഹിസ് ബെസ്റ്റ് ഫ്രണ്ട് റോബിൻ അബൌട്ട് ദ റോബോട്ട് ദാറ്റ് ഹിസ് ഫാദർ ബ്രോട്ട്. അബൌട്ട് ഹൂം? ദ ബട്ട്ലർ റോബോട്ട്. റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ റിക്കി ആൻഡ് റോബിൻ. അപ്പം റിക്കിയും റോബിനും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ. ഇതൊരു സാധ്യതയുള്ള ചോദ്യമാണ്.
ഇതേപോലെ തന്നെ പലതരത്തിൽ കോൺവെർസേഷൻസ് ഈ ചാപ്റ്ററിൽ ചോദിക്കാം. കോൺവെർസേഷൻ ഒരു പാസേജ് തന്നിട്ട് റിക്കി ആൻഡ് ഫാദർ തമ്മിലുള്ള കോൺവെർസേഷൻ ചോദിക്കാം, റിക്കി ആൻഡ് റോബർട്ട് തമ്മിലുള്ള കോൺവെർസേഷൻ ചോദിക്കാം, അങ്ങനെ എന്തും ചോദിക്കാം. സോ മിസ് ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാണ്, റിക്കി ആൻഡ് റോബിൻ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ. ഓക്കെ, ഇവിടെ എന്താണ് റിക്കി റോബിൻ, ഇങ്ങനെയാണ് നമ്മൾ എപ്പോഴും കോൺവെർസേഷൻസ് എഴുതേണ്ടത്. റിക്കി, ഹേ യു വോണ്ട് ബിലീവ് വാട്ട് ഹാപ്പൻഡ്, അല്ലേ? എന്താണ് ചോദിക്കുക? നമുക്ക് എങ്ങനെയൊക്കെയാണ് കോൺവെർസേഷൻ എഴുതുക? സാധാരണഗതിയിൽ ഫ്രണ്ട്സുമായിട്ട് കോൺവെർസേഷൻ എഴുതുമ്പോൾ നമ്മൾ മസിൽ പിടിച്ചിട്ടാണ് കോൺവെർസേഷൻ എഴുതുക? അല്ല, നമ്മൾ സാധാരണ വർത്താനം പറയുന്ന രീതിയിലാണ് എന്ത് ചെയ്യുക, കോൺവെർസേഷൻസ് എഴുതുക, അല്ലേ? ഹേ യു വോണ്ട് ബിലീവ് വാട്ട് ഹാപ്പൻഡ്, മൈ ഫാദർ ബോട്ട് എ റോബോട്ട്. നിങ്ങളുടെ ആരുടെങ്കിലും വീട്ടിൽ റോബോട്ട് ഉണ്ടോ? ഇപ്പം കുറേ പേരുടെയൊക്കെ വീട്ടിലുണ്ടാവും, അല്ലേ? നിലം തുടയ്ക്കാനൊക്കെ റോബോട്ട് ഉണ്ടാവും. അതേപോലെ റിക്കി പോയിട്ട് പറയാണ് ഫ്രണ്ട്സിൻ്റെ അടുത്ത്, നീ അറിഞ്ഞോ എൻ്റെ വീട്ടിൽ അച്ഛനൊരു റോബോട്ടിനെ വാങ്ങിച്ചു. റിയലി? അപ്പോൾ ഫ്രണ്ടിന് ആശ്ചര്യം. നമ്മളെപ്പോഴും ആശ്ചര്യം, ഇങ്ങനെ വാവ് ഫീൽ വരുമ്പോഴാണ് നമ്മളെപ്പോഴും എന്ത് ചെയ്യുക, ഈ എക്സ്ക്ലമേറ്ററി മാർക്ക് യൂസ് ചെയ്യുക, കേട്ടോ. ദിസ് എക്സ്ക്ലമേറ്ററി മാർക്ക് ഇസ് യൂസ്ഡ് ടു ഷോ, എന്താ പറയുക, നമുക്കൊരു ഞെട്ടൽ, ഒരു ആശ്ചര്യം കാണിക്കാനാണ് നമ്മളെപ്പോഴും ഈ എക്സ്ക്ലമേഷൻ ഉപയോഗിക്കുക. ഓ റിയലി, വാട്ട് കൈൻഡ് ഓഫ് റോബോട്ട് ഇസ് ഇറ്റ്? എന്ത് തരത്തിലുള്ള റോബോട്ടാണ്? അപ്പോൾ പറയാണ് ഇറ്റ്സ് എ ബട്ട്ലർ റോബോട്ട്. അപ്പോൾ അതാണ് റിക്കിയുടെ റിപ്ലൈ, ഇറ്റ്സ് എ ബട്ട്ലർ റോബോട്ട്. എ ബട്ട്ലർ റോബോട്ട്, വാട്ട് ഇസ് ഇറ്റ്? എന്താണ് ഒരു ബട്ട്ലർ റോബോട്ട്? അപ്പം ക്വസ്റ്റ്യൻ മാർക്ക്. എ ബട്ട്ലർ റോബോട്ട് ക്യാൻ ഡു ഓൾ ദ ഹൗസ് ഹോൾഡ് കോഴ്സ് ലൈക്ക് കുക്കിംഗ്, ക്ലീനിങ്, പിന്നെ കുക്കിംഗ് ദ ഫുഡ് ആൻഡ് ടൈഡിങ് അപ്പ് ദ റൂം. അപ്പം റൂമും വൃത്തിയാക്കാൻ പറ്റും. ആൻഡ് ദെൻ റോബിൻ ആസ് വണ്ടർഫുൾ, അടിപൊളി. ഹൗ ഡസ് ഇറ്റ് ഹെൽപ്പ് യു പേഴ്സണലി? അത് നിന്നെ എന്തെങ്കിലും പേഴ്സണലി ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? നിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? ഇറ്റ് ക്ലീൻസ് മൈ റൂം ആൻഡ് അറേഞ്ചസ് ദ തിങ്സ് പ്രോപ്പർലി. അത് എൻ്റെ റൂമും ക്ലീൻ ചെയ്യും, എല്ലാം വൃത്തിയാക്കി വയ്ക്കാനും സഹായിക്കും. ഇൻ ഫാക്ട് ദ റോബോട്ട് ഹാസ് ഹെൽപ്പ് മീ ചേഞ്ച് മൈ ബിഹേവിയർ. സത്യം പറയുകയാണെങ്കിൽ എൻ്റെ സ്വഭാവം തന്നെ റോബോട്ട് മാറ്റിയല്ലേ? ഐ യൂസ് ടു തിങ്ക് ദാറ്റ് എവറിബഡി ഇൻ ദ വേൾഡ് ഹാസ് ഓൾ ദ തിങ്സ് ഹി വാണ്ട്സ്. അപ്പം ഞാൻ എന്താ വിചാരിച്ചിരുന്നേ, ലോകത്ത് എല്ലാവർക്കും വേണ്ടതെല്ലാം ഉണ്ടെന്ന്, അല്ലേ? ബട്ട് ദ റോബോട്ട് മെയ്ഡ് മീ റിയലൈസ് ദാറ്റ് നോട്ട് എവ്രി വൺ ഇസ് ലക്കി ആസ് ഐ ആം. പക്ഷേ എന്നെപ്പോലെ ലോകത്തുള്ള എല്ലാവരും ലക്കി അല്ല എന്ന് റോബോട്ട് വന്നതിന് ശേഷമാണ് എനിക്കൊരു റിയലൈസേഷൻ ഉണ്ടായത്. ആൻഡ് റോബിൻ സേസ്, ഓ യു ഹാവ് ചേഞ്ച്ഡ് എ ലോട്ട്. ശരിയാണ്, നീ വല്ലാതെ മാറിപ്പോയിട്ടുണ്ട്. ഐ ഹാവ്, ഞാൻ മാറി. നൗ ഐ യൂസസ് മൈ പോക്കറ്റ് മണി ടു ഹെൽപ്പ് പീപ്പിൾ ടു ബൈ തിങ്സ് ദേ നീഡ്. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത്? വെറുതെ എൻ്റെ പോക്കറ്റ് മണി അടിച്ച് പൊളിക്കുകയല്ല ഇപ്പം ചെയ്യുന്നത്. ഐ എം ഹെൽപ്പിംഗ് ദ നീഡി വൺസ്. ഓക്കെ, ആവശ്യക്കാരെ ഹെൽപ്പ് ചെയ്യുകയാണ്. ആൻഡ് ദെൻ റോബിൻ സെസ്, ദാറ്റ്സ് വെരി ഗുഡ് ഓഫ് യു റിക്കി. നീ ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ് റിക്കി എന്ന് പറഞ്ഞിട്ടാണ് കോൺവെർസേഷൻ അവസാനിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ യു ഷുഡ് റൈറ്റ് എ കോൺവെർസേഷൻ. മൂവിങ് ഓൺ. ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യം ഒന്നാണ് ഇമെയിൽ. ഓക്കെ, കോൺവെർസേഷൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇമെയിൽ. ബിക്കോസ് റോബോട്ട് ഒരു ടെക്നിക്കൽ ലൈഫാണ്, ഒരു ഗാഡ്ജറ്റിൻ്റെ വേൾഡിലാണ് ആര് ജീവിക്കുന്നത്? റിക്കീസ് ലൈഫ് ഇസ് എ ടെക്കി ലൈഫ്. അപ്പം നമുക്ക് എപ്പോഴും എന്താണ്, ഇന്നത്തെ കാലത്ത് ആരും കത്തൊന്നും എഴുതുന്നത് വളരെ അപൂർവമായിട്ടാണ്, അല്ലേ? എവറിബഡി റിലൈസ് ഓൺ ഇമെയിൽ, മൊബൈൽ ഫോൺ, ടെക്സ്റ്റ് മെസ്സേജസ് എക്സെട്ര, ഇസ്ന്റ് ഇറ്റ്? സോ ടുഡേ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ഇതാണ് ഇമെയിൽ. അപ്പോൾ ഇതും വരാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. അപ്പം ഇതിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. കോൺവെർസേഷൻസ് ഒക്കെ നമ്മൾ പണ്ടേ എഴുതി വരുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഇമെയിൽ എന്ന് പറഞ്ഞത് ഒരു പുതിയ സംഭവമാണ്. അപ്പോൾ ലെറ്റ്സ് സീ വാട്ട് ഇറ്റ് ഈസ്. റിക്കി കെപ്റ്റ് ഓൺ കംപ്ലൈനിങ് അബൌട്ട് ദ റോബോട്ട്, അല്ലേ? അച്ഛനോട് എപ്പോഴും പറയായിരുന്നു എന്ത്, റോബോട്ടിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, ദിസ് ഇസ് നോട്ട് വർക്കിംഗ് പ്രോപ്പർലി, ദിസ് ഇസ് പ്രോഗ്രാംഡ് ഇൻ എ റോങ് വേ, ഓർ ഇറ്റ് ഈസ് മാൽവെയർഡ്. ഒരു വൈറസ് ഉണ്ടല്ലേ, അതിന് ഒരു വൈറസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. റിക്കി കെപ്റ്റ് ഓൺ കംപ്ലൈനിങ് അബൌട്ട് ദ റോബോട്ട് ബട്ട് ദേ ഡിഡ് നോട്ട് ലിസൺ ടു ഹിം. അച്ഛൻ അത് വലിയതായിട്ട് ശ്രദ്ധിച്ചില്ല. ഓക്കെ, സോ ഹി ഡിസൈഡഡ് ടു രജിസ്റ്റർ എ കംപ്ലൈൻറ്റ് ത്രൂ ഇമെയിൽ വിത്ത് ദ റോബോട്ട് മാനുഫാക്ചറിങ് കമ്പനി ടു റീപ്ലേസ് ദ മിസ് പ്രോഗ്രാംഡ് റോബോട്ട്. അപ്പം എന്തോ ഒരു പ്രശ്നമുണ്ട്, അപ്പം അത് റീപ്ലേസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ്. ഹെൽപ്പ് ഹിം റൈറ്റ് ഇമെയിൽസ്. അപ്പം എങ്ങനെയാണ് ഒരു ഇമെയിൽ എഴുതാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, യെസ്, ഗുഡ് ഈവനിങ് ഓൾ, വെൽക്കം ടു ദ ലൈവ് സെഷൻ. യെസ്,
അപ്പം നമ്മളിപ്പോൾ ഇമെയിൽ എടുക്കുന്നത് എങ്ങനെയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇമെയിൽ എങ്ങനെ എഴുതാന്നുള്ളതിൻ്റെ എക്സാമ്പിളാണ് മിസ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. പുതിയതായിട്ട് ജോയിൻ ചെയ്ത എല്ലാവർക്കും വേണ്ടിയിട്ടാണ് മിസ് പറയുന്നത്. യെസ്, അപ്പം നമ്മൾ ആദ്യം എന്താണ് ഇമെയിൽ ഒരു സിസ്റ്റത്തിന് മുന്നിലിരിക്കുന്ന പോലെ നിങ്ങൾ ആലോചിക്കുക. അപ്പം ഫ്രം അഡ്രസ് ഡിഫോൾട്ടായിട്ട് അവിടെ ഉണ്ടാവും. നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സാണ് ഫ്രം എന്ന് പറഞ്ഞ് കൊടുക്കേണ്ടത്. ഓക്കെ, അത് ഡിഫോൾട്ടായിട്ട് വരും നമ്മൾ ടൈപ്പ് ചെയ്ത് മെയിൽ ചെയ്യുകയാണെങ്കിൽ. പക്ഷേ എങ്ങനെയാണ് ഒരു ഫോർമാറ്റിൽ എഴുതുക എന്നതാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും ഫ്രം വേണം. ഓക്കെ, ഫ്രം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. ആൻഡ് ദെൻ ടൂവിൽ എന്താണ്, നിങ്ങൾ ആർക്കാണ് മെയിൽ അയക്കുന്നത് എന്നാണ് ടൂവിൽ നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്. ഓക്കെ, സബ്ജക്റ്റ് മിസ് പ്രോഗ്രാംഡ് ബട്ട്ലർ റോബോട്ട്. അപ്പം സബ്ജക്റ്റ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ട് മെൻഷൻ ചെയ്യണം. ആൻഡ് ഓൾസോ ഇമെയിൽ ചെയ്യുമ്പോൾ ബോക്സിൽ ചെയ്യണം. ബോക്സിൽ ചെയ്യുന്നത് കുറച്ചും കൂടെ ഭംഗിയാക്കും. ഓക്കെ, ബോക്സിൽ ചെയ്യുകയാണ് എപ്പോഴും നല്ലത്. ബോക്സ് ചെയ്തോളൂ. നമുക്കിവിടെ ഒരു ബോക്സ് വരയ്ക്കാം അല്ലേ. ഓക്കെ, ഹരിത നമുക്ക് എപ്പോഴും ബോക്സിൽ ചെയ്യാം കേട്ടോ ഇമെയിൽ. വി പർച്ചേസ്ഡ് എ ബട്ട്ലർ റോബോട്ട് ഫ്രം യുവർ കമ്പനി ഓൺ 20th June 2024. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, സബ്ജക്റ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വിഷയം എന്താണെന്ന് പറയണം. ഓക്കെ, നമ്മൾ എന്താ ചെയ്തത്, പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ഓൺ 20th June 2024. അപ്പോൾ ഡേറ്റ് സഹിതം നമ്മൾ മെൻഷൻ ചെയ്തു. വി വെ ടോൾഡ് ദാറ്റ്. ഇനി നമുക്ക് ഉള്ള കാര്യങ്ങൾ, അതായത് നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ പ്രശ്നങ്ങളും, അതാണ് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മെയിൻ കോണ്ടന്റിൽ അതാണ് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്. ഓക്കെ, we were told that we can program it to do all the chores at home. നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താണ്, വീട്ടിലത്തെ എല്ലാ ജോലികളും ചെയ്യും എന്നാണ് ആര് പറഞ്ഞത്, ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. We were given the understanding that it can cook, clean and serve food, tidy up things, assist the sick and disabled people and things that like. അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും എന്നായിരുന്നു ആര് പറഞ്ഞത്, നിങ്ങൾ ഇത് വാങ്ങിക്കുമ്പം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. Somehow the butler robot was got from you is not functioning. അപ്പോൾ നിങ്ങളുടെ അടുത്ത് നിന്ന് വാങ്ങിയ ബട്ട്ലർ റോബോട്ട് എന്തോ കാരണത്താൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല, അങ്ങനെയാണ് പറയുന്നത് അല്ലേ. വി ട്രൈഡ് ടു പ്രോഗ്രാം ഇറ്റ് ദ വേ യു സജസ്റ്റഡ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ പ്രോഗ്രാം ചെയ്യാൻ ഞങ്ങൾ ശ്രമിച്ചു. ബട്ട് ഇറ്റ് ഡസ് നോട്ട് വർക്ക് സ്മൂത്ത്ലി. പക്ഷേ അത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നില്ല. ദ ക്ലീനിങ് ഇസ് നോട്ട് ഗുഡ് ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ടൈഡി അപ്പ് തിങ്സ് പ്രോപ്പർലി. അപ്പം നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊന്നും ഫുൾഫിൽ ചെയ്യുന്നില്ല. സോ അപ്പോൾ എന്താണ് പ്രശ്നം അവിടെ നമ്മൾ മെൻഷൻ ചെയ്തല്ലേ. വി ഓൾറെഡി ടോൾഡ് അബൌട്ട് ദ ഇൻട്രഡക്ഷൻ ആൻഡ് ആ പ്രോബ്ലം. ഇനി വി ഷുഡ് കൺക്ലൂഡ് ഇറ്റ് അല്ലേ. എന്താ ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യുന്നത്, വി therefore request you to replace the butler robot that we brought from you as early as possible. അപ്പം നിങ്ങളിൽ നിന്ന് വാങ്ങിച്ച റോബോട്ടിനെ എത്രയും വേഗം റീപ്ലേസ് ചെയ്ത് തരണം എന്നാണ് റിക്വസ്റ്റ് ലെറ്റർ. ഓക്കെ, ആൻഡ് ദെൻ യോഴ്സ് ഫെയ്ത്ത്ഫുള്ളി, നിങ്ങളുടെ പേരെന്താണോ അതാണ് നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ടത്. ഓക്കെ, യെസ്, മൂവിങ് ഓൺ. ഇപ്പം നമ്മളിപ്പോൾ എന്തൊക്കെ പഠിച്ചു, ഒരു കോൺവെർസേഷൻ എങ്ങനെ എഴുതാമെന്ന് പഠിച്ചു, ഒരു ഇമെയിൽ എങ്ങനെ എഴുതാമെന്ന് പഠിച്ചു. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാം പോയിൻറ്റിൻ്റെ ഗൈഡ് ബുക്ക് പേജ് നമ്പർ 16ലും 18ലും റെഫർ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഗെറ്റ് എക്സാമ്പിൾസ് ഓഫ് ഇമെയിൽ ആൻഡ് കോൺവെർസേഷൻ ആസ് വെൽ. ഓക്കെ, അപ്പോൾ ഐ ഹോപ്പ് മോസ്റ്റ് ഓഫ് യു മൈറ്റ് ബി ഹാവിങ് എക്സാം പോയിൻറ്റ് ഗൈഡ് ബുക്ക്. ഇനി ഇതുവരെ ഗൈഡ് ബുക്ക് വാങ്ങിക്കാത്ത ആൾക്കാർക്ക് അടുത്തുള്ള സ്റ്റോറുകളിൽ നിന്നും അല്ലെങ്കിൽ ആമസോൺ വഴിയും യു ക്യാൻ പർച്ചേസ് ഇറ്റ്. ഓക്കെ, യെസ്, മൂവിങ് ഓൺ. നെക്സ്റ്റ് ഇസ് പോസ്റ്റർ. അപ്പോൾ പോസ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഓക്കെ, പോസ്റ്റർ എങ്ങനെയാണ് നമ്മൾ എപ്പോഴും ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യുക. ഈ പോസ്റ്റർ കാണാൻ നല്ല ഭംഗിയില്ലേ. അപ്പം ഒന്ന് വായിക്കാൻ നമുക്ക് തോന്നും അല്ലേ. ഇത് ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ എന്താണ് ഇതിൽ ഐഡിയ കൺവേഡ് ആവുന്നതെന്ന് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, സോ ദ പോസ്റ്റർ ഇസ് ടു ബി ഡിസൈൻഡ് ഇൻ എ വേ ദാറ്റ് ഇറ്റ് ഈസ് അപ്പീലിംഗ് ടു ഐസ്. അപ്പം നമ്മളെ കണ്ണിന് ഒരു അട്രാക്റ്റീവ് ആവണം. ഇറ്റ് ഷുഡ് ബി അട്രാക്റ്റീവ്, ഇറ്റ് ഷുഡ് മേക്ക് റീഡേഴ്സ് ഓർ ദ പീപ്പിൾ വാച്ച് ഇറ്റ്. ഓക്കെ, അതിനാണ് പോസ്റ്റർ. അപ്പോൾ പോസ്റ്റർ കണ്ടാൽ നമുക്ക് കാര്യങ്ങളും പെട്ടെന്ന് തന്നെ മനസ്സിലാവണം.
സിമ്പിൾ വേർഡ്സ് ആയിരിക്കണം, ഒത്തിരി ജാഗൻസോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. നല്ല കളർഫുൾ ആണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിക്കും അല്ലേ. സോ ഹിയർ സേ നോ ടു ഡ്രഗ്സ്. അപ്പം മിസ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഡിസൈൻ എ പോസ്റ്റർ ഓൺ സേ നോ ടു ഡ്രഗ്സ്. അതാണ് മിസ് ഇന്ന് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, സേ നോ ടു ഡ്രഗ്സ്, സേ യെസ് ടു ഹെൽത്തി ലൈഫ്. അപ്പം ഇൻ എ പോസ്റ്റർ യു ക്യാൻ ആഡ് എന്താണ്, എന്തെങ്കിലും സ്ലോഗൻസ് ആഡ് ചെയ്യാം. ഓക്കെ, കണ്ടോ, ഇതേപോലത്തെ എന്തെങ്കിലും സ്ലോഗനും അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് അതിന് കുറച്ചും കൂടെ ഇംപ്രസീവ് ആക്കാം, കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആക്കി നമുക്ക് മാറ്റാൻ പറ്റും. ആൻഡ് ഓൾസോ ഇഫ് യു ക്യാൻ ഡ്രോ സംതിങ് അട്രാക്റ്റീവ്, അതിനോട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വരയ്ക്കാൻ പറ്റുകയാണെങ്കിൽ ഇറ്റ് വുഡ് ബി നൈസ്. ഇപ്പോൾ ഒരു ഷോപ്പിൻ്റെ ഇനോഗ്രേഷൻ ആണെങ്കിൽ സൈഡിലൊരു കുട്ടി ഷോപ്പ് പോലെയൊക്കെ വരയ്ക്കുകയാണെങ്കിൽ ഇറ്റ് വുഡ് ബി മോർ ഇൻട്രസ്റ്റിംഗ്. അപ്പം നമുക്ക് മാർക്ക് കുറച്ചും കൂടെ കിട്ടാൻ ഇതാവും. ഇനി വരയ്ക്കാത്ത ആൾക്കാർ വരയ്ക്കാത്തതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. നല്ല സ്ലോഗനൊക്കെ എഴുതി ബോക്സൊക്കെ ഇട്ട് എഡ്ജസ് ഒക്കെ നന്നായി ബ്രൈറ്റ് ചെയ്ത് കുറച്ചും കൂടെ ഹൈലൈറ്റ് ചെയ്തിട്ടൊക്കെ എഴുതി കഴിഞ്ഞാൽ യു വുഡ് ഗെറ്റ് മാർക്സ്. അല്ലാതെ ചിത്രം വരച്ച് എക്സ്ട്രാ മാർക്സ് അങ്ങനെയൊന്നുമില്ല കേട്ടോ. ചിത്രം വരയ്ക്കാൻ അറിയാത്ത ആൾക്കാർ സങ്കടപ്പെടണ്ട. മിസ്സിനും ചിത്രമൊന്നും വരയ്ക്കാൻ അറിയില്ല, അതുകൊണ്ട് യു ആർ സേഫ് കേട്ടോ. അതുകൊണ്ട് ചിത്രത്തിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, പക്ഷെ നല്ല വൃത്തിയിൽ എഴുതുക, ബോക്സിലൊക്കെ ഇട്ട് നല്ല അട്രാക്റ്റീവ് ആക്കി എഴുതുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അങ്ങനെയാണ് നമ്മളെപ്പോഴും പോസ്റ്റേഴ്സ് എഴുതേണ്ടത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. ഒന്ന് കോൺവെർസേഷൻ, ഒന്ന് ഇമെയിൽ ആൻഡ് ഓൾസോ എ പോസ്റ്റർ. ഇത് മൂന്നും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോകാം. എന്താണ് ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിംഗ്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് തന്നെ രണ്ട് കാര്യങ്ങൾ നമുക്ക് ടൈറ്റിൽ നിന്ന് മനസ്സിലാവും. എന്താണ് വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ആൻഡ് ഐ. ഏതോ ഒരു ഐ ആണ് ഈ പോയം പറയുന്നത്. ഓക്കെ, ഞാൻ പാടാണ് വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ്. അപ്പം എന്താണ് ആ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ വാട്ട് ഈസ് ദ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് said in the poetry. So here the main points are wonder of nature. Nature എന്താണ്, നല്ല ഭംഗിയുണ്ടല്ലേ, with lots of things to watch around. Nature is very beautiful in a way that നമുക്ക് രാത്രി മൂൺ വരും, രാവിലെ സൺ വരും അല്ലേ. അതുതന്നെ എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് വെൻ യു ലുക്ക് ഔട്ട് സൈഡ് വൈകുന്നേരം ആവാറായി ആൻഡ് ബേർഡ്സ് ആർ ഗോയിങ് ടു ദിയർ നെസ്റ്റ്. സെറ്റിംഗ് ടൈം ആണല്ലേ, സൺസെറ്റിൻ്റെ സമയം ആവാറായി. അപ്പം സോ മെനി തിങ്സ് ആർ ഹാപ്പനിങ് അറൗണ്ട്. അപ്പം പുറത്തേക്ക് നോക്കിയാൽ നമുക്ക് കാണാനും എൻജോയ് ചെയ്യാനും പ്രകൃതിയിൽ, നമ്മൾ നേച്ചറിൽ ദർ ആർ ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് തിങ്സ്. അപ്പം ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം നമ്മളത് എൻജോയ് ചെയ്യണം അല്ലേ. വണ്ടർ ഓഫ് നേച്ചർ. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്, ദ സ്പീക്കർ അഡ്മയർസ് ദ ബ്യൂട്ടി ഓഫ് ദ സ്കൈ. അപ്പോൾ സ്പീക്കർ ഐ, നേരത്തെ മെൻഷൻ ചെയ്ത ഐ ആണ് സ്പീക്കർ എന്താ പറയുന്നത്, ബ്യൂട്ടി ഓഫ് ദ സ്കൈ, സ്റ്റാർസ് ആൻഡ് യൂണിവേഴ്സ്. ഓക്കെ, സ്കൈ, സ്റ്റാർ ആൻഡ് യൂണിവേഴ്സ്, അതിൻ്റെ ബ്യൂട്ടിയാണ് പറയുന്നത്. അഡ്മയർ, അതിനോട് ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക, നമ്മൾ അതിനെ നോക്കി കാണാണ്, വളരെ മനോഹരമായിട്ടുള്ള നേച്ചറിൻ്റെ ഭംഗി ആസ്വദിക്കുകയാണ്. സ്റ്റാർസ് ആൻഡ് യൂണിവേഴ്സ് ഫീലിംഗ് ഗ്രേറ്റ്ഫുൾ. അപ്പം ഇവിടെ ജീവിക്കാൻ സാധിച്ചതിൽ ഗ്രേറ്റ്ഫുൾ ആണല്ലേ, നന്ദി വേണം നമുക്ക് എല്ലാത്തിനും. ഇപ്പം രാവിലെ ഉറങ്ങി എണീക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, ഓക്കെ നമുക്കൊരു പുതിയ ദിവസം കൂടെ കാണാൻ സാധിച്ചാൽ വി ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ. അപ്പം നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ടല്ലേ. സോ വി ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ. എപ്പോഴും നമുക്ക് നന്ദി ഉണ്ടാവണം. ടു ബി എ പാർട്ട് ഓഫ് ഇറ്റ്. അപ്പം നേച്ചറിൻ്റെ ഈ ഭൂമീൻ്റെ ഭാഗമാവാൻ സാധിച്ചതിൽ ഐ ആം ഗ്രേറ്റ്ഫുൾ എന്നാണ് ആര് പറയുന്നത്, പോയിട്ട് പറയുന്നത്. Let's see. Connection to life. How is nature connected to life is the next thing that is mentioned here. They feel the power of life and time. Excuse me. They feel the power of life and time flowing through their veins, making them feel alive and amazed. അതായത് ഇന്നും നമുക്ക് ജീവിക്കാൻ പറ്റുന്നതിലും എല്ലാത്തിലും നമുക്ക് ഭയങ്കര സന്തോഷം. ഓക്കെ, പ്രകൃതിയും നമ്മളുമായിട്ടുള്ള ഒരു കണക്ഷനെ പറ്റിയിട്ടാണ് അവിടെ പറയുന്നത്. നേച്ചേഴ്സ് ജോയ് വൈൽ വാക്കിംഗ് ഇൻ നേച്ചർ. നമ്മൾ പുറത്തു കൂടെ നടക്കുമ്പം ദ സ്പീക്കർ ഇസ് ഡിലൈറ്റഡ് ബൈ ദ ഗ്രാസ്. അപ്പം നമ്മൾ പറമ്പിലൂടെയൊക്കെ നടക്കുമ്പം, പുല്ലിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടക്കുമ്പം ആ ഒരു പുല്ലുമായിട്ട് നമ്മൾ മേൽ തട്ടുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഫീല് വരില്ലേ. അപ്പം
അത് ഭയങ്കര സന്തോഷകരമാണ് അല്ലേ. ആൻഡ് ദ ഹാപ്പിനെസ് ദേ ബ്രിങ്. ഇപ്പം നമ്മളെ ചുറ്റുള്ള പ്രകൃതി എത്ര മനോഹരമാണെന്നാണ് ആര് പറയുന്നത്, പോയിട്ട് പറയുന്നത്. ആൻഡ് ദെൻ ക്യൂരിയോസിറ്റി ആൻഡ് എക്സ്പ്ലോറേഷൻ. അതൊക്കെ നോക്കിക്കാണാനുള്ള ക്യൂരിയോസിറ്റി. ദ സ്പീക്കർ ഇസ് ക്യൂരിയസ് അബൌട്ട് ദ വേൾഡ്. അപ്പം ചുറ്റുമുള്ള വേൾഡിനെ പറ്റി ആര് ക്യൂരിയസ് ആണ്? ദ സ്പീക്കർ ഇസ് ക്യൂരിയസ്. ആൻഡ് ദെൻ ഓൾവേസ് സീക്കിംഗ് ടു ഡിസ്കവർ ന്യൂ തിങ്സ് ആൻഡ് ഫീലിങ്സ്. അപ്പം പുതിയ പുതിയ കാര്യങ്ങൾ കാണാനും പഠിക്കാനും ഒക്കെ ഉള്ള ഒരു ആഗ്രഹം, ഒരു ആങ്സൈറ്റിയും ക്യൂരിയോസിറ്റിയും ഒക്കെയാണ് ഇവിടെ പോയിട്ട് പറയുന്നത്. ആൻഡ് ഗ്രേറ്റ്ഫുൾ ഫോർ ദ എക്സ്പീരിയൻസസ്. അപ്പം ഇത്രയും കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതിൽ റൈറ്റർക്ക് ഒരു നന്ദി, ഒരു ഗ്രാറ്റിറ്റ്യൂഡും നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. ആൻഡ് ദെൻ ത്രൂ ഔട്ട് ദ പോം ദ സ്പീക്കർ സിങ്സ് വിത്ത് വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ്. ഓക്കെ, ഭയങ്കര സന്തോഷമാണ്, വണ്ടർ ആൻഡ് അമേസ്മെൻറ്റിലാണ് ത്രൂ ഔട്ട് ദ പോം നമുക്ക് കാണാൻ പറ്റുന്നത്. സെലിബ്രേറ്റിംഗ് ദ ബ്യൂട്ടി ആൻഡ് മിസ്റ്ററി ഓഫ് ലൈഫ്. അതായത് ജീവിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷവും അറ്റ് ദ സെയിം ടൈം ഇനി മുന്നോട്ട് എന്താണ്, വാട്ട് ഈസ് ദെയർ കമ്മിങ് ഫോർവേഡ് ഇൻ അവർ ലൈഫ്, ദാറ്റ് ഈസ് സംതിങ് ഇസ് എ മിസ്റ്ററി അല്ലേ. വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ് എന്നുള്ളത് വി കനോട്ട് ഫൈൻഡ് ഔട്ട്, നമുക്ക് അറിയാൻ പറ്റില്ല. ദാറ്റ് സ്റ്റിൽ ഇസ് എ മിസ്റ്ററി. അപ്പം ക്യൂരിയോസിറ്റിയും ഉണ്ട്, മിസ്റ്ററിയും ഉണ്ട്, ഹാപ്പിനെസ്, ജോയ്, അങ്ങനെ മിക്സ്ചർ ഓഫ് ഫീലിങ്സ് നമുക്ക് ഈ പോയിട്രിയിൽ കാണാൻ പറ്റും. ആൻഡ് ഓൾസോ നേച്ചറിൻ്റെ ബ്യൂട്ടി വളരെയധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, ചുറ്റുള്ള കാര്യങ്ങൾ അപ്രിഷ്യേറ്റ് ചെയ്യാൻ പഠിക്കാൻ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ കുറേ നേച്ചറുമായിട്ട് നമ്മളെ ലൈഫ് കണക്ട് ചെയ്തിട്ടാണ് ഈ പോയം പോകുന്നത്. ഓക്കെ, ആൻഡ് ദെൻ നെക്സ്റ്റ് നമുക്ക് ഏറ്റവും പോയിട്രിയിൽ ഇമ്പോർട്ടൻ്റ് എന്താണ്? പോയിറ്റിക് ഡിവൈസസ്. അപ്പം എന്താണ് പോയിറ്റിക് ഡിവൈസസ്? നമ്മളെ ചെറുപ്പം തൊട്ടേ പഠിക്കുന്നുണ്ട് അല്ലേ. സിമിലി, പിന്നെ റൈം സ്കീം, റൈമിങ് വേർഡ്സ്, ആൻഡ് ദെൻ യു ഹാവ് ദിസ് ഇയർ അലിറ്ററേഷൻ, എസനൻസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം അതെന്തൊക്കെയാണ് ഈ പോയിട്രിയിലുള്ളതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പോയിറ്റിക് ഡിവൈസസിൽ റിഫ്രെയിൻ എന്താണെന്നറിയോ? റിഫ്രെയിൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിഫ്രെയിൻ ഇസ് എ ലൈൻ ഓഫ് ഫ്രേസ് ദാറ്റ് ഇസ് റിപ്പീറ്റഡ് വിത്തിൻ ദ ലൈൻസ് ഓർ സ്റ്റെൻസ. ഇപ്പോൾ ഒരു പോയിട്രിയിൽ കുറേ പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? റിഫ്രെയിൻ. ഫോർ എക്സാമ്പിൾ നമ്മളെ മലയാളത്തിലൊരു പാട്ടുണ്ട്, കൺഫ്യൂഷൻ തീർക്കണമേ എൻ്റെ കൺഫ്യൂഷൻ തീർക്കണമേ. അപ്പോൾ കൺഫ്യൂഷൻ തീർക്കണമേ, ദാറ്റ് ലൈൻ ഇസ് ബീങ് റിപ്പീറ്റഡ് അല്ലേ. അപ്പോൾ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ടൊരു പാട്ടിൽ വരികയാണെങ്കിൽ, സോ ഹിയർ പോയിട്രി ഇസ് ആക്ച്വലി എ സോങ് അല്ലേ. അത് നമ്മൾ മ്യൂസിക്കൊക്കെ ഇട്ട് പാടുകയാണെങ്കിൽ അത് സോങ്ങായി. അപ്പം ഒന്നിൽ കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റഡ് ആവുകയാണെങ്കിൽ അതെന്താണ്? റിഫ്രെയിൻ. മിസ് സിനിമ പാട്ടൊക്കെ പറയുന്നത് വെച്ചാൽ ദാറ്റ് ഇറ്റ് വിൽ ഗെറ്റ് ഇൻ ടു യുവർ ഹെഡ്. അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് ഓർക്കാൻ പറ്റും. ഓക്കെ, സോ റിഫ്രെയിൻ ഇസ് എ ലൈൻ ഓഫ് ഫ്രേസ് ദാറ്റ് ഈസ് റിപ്പീറ്റഡ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന സാധനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക? റിഫ്രെയിൻ. സോ ഹിയർ ഞാൻ ഒരു പോയിട്രി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, റീഡ് ദ ഫോളോയിങ് ലൈൻസ് ഫ്രം അനദർ പോയം ദ സാൻഡ്സ് ഓഫ് ഡി. അപ്പോൾ അതൊരു പോയിട്രിയാണ്. ബൈ ഹൂം? ചാൾസ് കിങ്ലി എഴുതിയ ഒരു ഷോർട്ട് പോയിട്രിയാണ്. 4 ലൈൻസേ ഉള്ളൂ. ഓ മേരി ഗോ ആൻഡ് കോൾ ദ കാറ്റിൽ ഹോം, ആൻഡ് കോൾ ദ കാറ്റിൽ ഹോം, ആൻഡ് കോൾ ദ കാറ്റിൽ ഹോം. അപ്പോൾ കാറ്റിൽസിനൊക്കെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണ് പറയുന്നത്. ഓക്കെ, അക്രോസ് ദ സാൻഡ്സ് ഓഫ് ഡി. അപ്പം സാൻഡ്സ് ഓഫ് ഡി ക്രോസ് ചെയ്തിട്ട് ആരെ കൊണ്ടുവരാൻ പറയാണ്? കാറ്റിൽസ് ഹോം. സോ യു സീ ഹിയർ, and call the cattle home, and call the cattle home, and call the cattle home. So ആകെ 4 വരിയേ ഉള്ളൂ. പക്ഷേ ആൻഡ് ദെൻ വാട്ട് യു സീ, റിപ്പീറ്റഡ് ആണ് ലൈൻസ്. പക്ഷേ ആ റിപ്പീറ്റേഷൻ കാരണമാണ് ദിസ് 4 ലൈൻ പോയിട്രി ഈസ് ബിക്കമിങ് മോർ ബ്യൂട്ടിഫുൾ അല്ലേ. അപ്പം ദിസ് ഈസ് കോൾഡ് എ റിഫ്രെയിൻ. അപ്പോൾ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് വരികയാണെങ്കിൽ ഒരേ ലൈൻ, അതൊരു സ്റ്റാൻസയിലാവാം അല്ലെങ്കിൽ ത്രൂ ഔട്ട് ദ പോയിട്രിയിലാവാം, അതിന് നമ്മൾ എന്ത് പറയും? റിഫ്രെയിൻ. ഓക്കെ, ക്ലിയർ ആണോ മക്കളെ? ഐ ഹോപ്പ് ഇത് ക്ലിയർ ആണെന്ന് കേട്ടോ. നമുക്ക് അടുത്ത പോയിറ്റിക് ഡിവൈസസ് എന്താണെന്ന് നോക്കാം അല്ലേ. യെസ്, അലിറ്ററേഷൻ. എന്താണ് അലിറ്ററേഷൻ? നിങ്ങൾ പഠിച്ചു കാണും അലിറ്ററേഷൻ എന്താണെന്ന് ഒത്തിരി പ്രാവശ്യം കഴിഞ്ഞ കൊല്ലമൊക്കെ പഠിച്ചിട്ടുണ്ടാവും. എങ്കിലും നമുക്കൊന്നും കൂടെ പഠിക്കാം, സോ ദാറ്റ് യുവർ മെമ്മറി ഈസ് റിഫ്രഷ്ഡ്. ഓക്കെ, alliteration, the repetition of initial consonant sound, consonant alla consonant
സൗണ്ടാണ്. നമ്മൾ സ്കൂളിലൊക്കെ എപ്പോഴും പഠിക്കുക വവൽസും കോൺസണൻസ് എന്നാണ്. ശരിക്കും അതെന്താണ്? വവൽ സൗണ്ട്സും കോൺസണൻറ്റ് സൗണ്ട്സും ആണ്. ഓക്കെ, എന്തൊക്കെയാ കോൺസണൻറ്റ് സൗണ്ട്സ്? പ, ബ, ട്, ഡ, ക, സ അങ്ങനെയൊക്കെ പറയുന്ന സാധനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക? കോൺസണൻറ്റ് സൗണ്ട്സ്. അല്ലാതെ ആ, ഇ, ഓ അതൊക്കെ എന്താണ്? വവൽ സൗണ്ട്സ് ആണ്. നമ്മൾ വവൽസ് എന്ന് പറയുന്ന സാധനങ്ങൾ വവൽ സൗണ്ട്സ് ആണ് കേട്ടോ. സോ repetition of initial consonant sounds of a word in the same line of a poem is called alliteration. എന്താണ്? alliteration. മറക്കരുത്, alliterationും assonanceും തമ്മിൽ മാറിപ്പോകരുത് കേട്ടോ. alliteration consonant sounds ആണ്. is called alliteration. അതാണ് alliteration. In the first line we see that the initial sound S. നിങ്ങളെ ഫസ്റ്റ് ലൈൻ, നിങ്ങളുടെ പോയിട്രിയിൽ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ ലൈൻ എടുത്ത് നോക്കൂ. ഫസ്റ്റ് ലൈൻ വി സീ ദ സ സൗണ്ട് ഇസ് റിപ്പീറ്റഡ് ഇൻ ഏതൊക്കെ വാക്കിലാണ്? സ്കൈ, സൺ ആൻഡ് സ്റ്റാർസ്. സ്കൈ, സ സൗണ്ട് കണ്ടോ? സ്കൈ, എസ് നോക്കരുത് കേട്ടോ, സൗണ്ട് ശ്രദ്ധിക്കണേ. സ്കൈ, സൺ, സ്റ്റാർ. അപ്പോൾ സ സൗണ്ടിൻ്റെ റിപ്പീറ്റേഷൻ ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് alliteration എന്ന് പറയുന്നത്. Such repetition of initial consonant sounds in the same line is called alliteration. ഒരേ ലൈനിൽ വരുന്ന repetition of same sound is called alliteration. എന്താണ്? സെയിം സൗണ്ട്, കോൺസണൻറ്റ് സൗണ്ട്സിന് റിപ്പീറ്റേഷൻ നമ്മൾ എന്ത് പറയും? എന്താ പറയുക? alliteration. Yes, here is an example. നോക്കൂ, while walking in the woods. While walking in the woods. അതാണ് alliteration. Here you can see another thing. Flowers, fragrance. അപ്പോൾ ഫസ്റ്റ് സൗണ്ടിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ്. ഇപ്പം നമുക്ക് മലയാളത്തിലൊരു പാട്ടുണ്ട്, കുടുക്ക് പൊട്ടിയ കുപ്പായം. കുടുക്ക്, കൂ, കുപ്പായം, കൂ. ആ സൗണ്ടിനാണ് എന്ത് ചെയ്യുന്നത്? എംഫസിസ് കിട്ടുന്നത് അല്ലേ? ദാറ്റ് ഈസ് alliteration. പാട്ടുമായിട്ട് കണക്ട് ചെയ്താൽ മോസ്റ്റ് ഓഫ് യു ക്യാൻ ഈസിലി റിമെമ്പർ ദ തിങ്സ്. ഓക്കെ, ഇപ്പോൾ പെട്ടെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് പാട്ട് വെച്ചിട്ട് മിസ് കണക്ട് ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ് ഇസ് ഗ്ലിംസസ് ഓഫ് ദ എമിറേറ്റ്സ്. അപ്പോൾ അടുത്ത ചാപ്റ്ററാണ് ഗ്ലിംസസ് ഓഫ് ദ എമിറേറ്റ്സ്. അപ്പോൾ ഇത്രയും 2 ചാപ്റ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഐ ഹോപ്പ് ദോസ് 2 ചാപ്റ്റേഴ്സ് ആർ ക്ലിയർ ബൈ നൗ. ഓക്കെ, ഇനി അതിലൊരു പോയിന്റും വിട്ടുപോയിട്ടില്ലെന്ന് പഠിച്ചോളാം കേട്ടോ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും അല്ലേ? ഇനി ഇതുവരെ എഴുതാത്ത ആൾക്കാർ ഇപ്പം വേഗം ഒരു പെന്നൊക്കെ എടുത്തിട്ട് എഴുതാൻ തുടങ്ങിക്കോളൂ. ഓക്കെ, യെസ്, ഗ്ലിംസസ് ഓഫ് ദ എമിറേറ്റ്സ്. കണ്ടോ, ഫ്ലൈറ്റിൽ വന്ന് ഇറങ്ങുന്നുണ്ടല്ലേ? യു ക്യാൻ സീ ഇറ്റ് ഫ്രം ദ ഇമേജ് ഇറ്റ് സെൽഫ്. എന്താണ് ഈ ചാപ്റ്ററിൽ പറയുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, യെസ്, ദ ചാപ്റ്റർ ടോക്സ് അബൌട്ട് ദ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. UAE പറ്റിയിട്ടാണ് this chapter is discussing. A country in the Middle East. Middle East country ആണ് the UAE. Okay, it used to be the desert but has changed a lot in recent years. അപ്പം പണ്ടതൊരു ഡെസേർട്ട് ആയിരുന്നു, പക്ഷേ ഇപ്പം അത് അങ്ങനെയല്ല. അതിൽ കുറേ ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. വാട്ട് ഇസ് ദാറ്റ്? ലെറ്റ്സ് സീ. ഓക്കെ, the UAE has a rich history of unique traditions. അപ്പോൾ UAEക്ക് തനതായിട്ടുള്ള ഒരു ട്രഡീഷൻ ഉണ്ട്, ഒരു റിച്ച് കൾച്ചർ ഉണ്ട്. ഓക്കെ, പീപ്പിൾ ഇൻ ദ UAE wear traditional clothes and celebrate special festivals. അവർ ചില പ്രത്യേക ഫെസ്റ്റിവൽസ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. They follow customs that have been passed down for many years. അപ്പോൾ പണ്ട് തൊട്ടേ കൈമാറി വരുന്ന കുറേ ആചാര അനുഷ്ഠാനങ്ങളുണ്ട്. ഓക്കെ, and the UAE has some amazing modern cities like Dubai, Abu Dhabi. These cities have tall buildings. അപ്പോൾ അവരുടെ സ്പെഷ്യാലിറ്റി എന്താണ്? Tall buildings ഉണ്ട്. ഓക്കെ, and these cities have tall buildings like Burj Khalifa, which is one of the tallest building in the world. Burj Khalifa ഒക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? There are so many other modern structures and attractions. അപ്പോൾ അവിടെ നമുക്ക് പോയി ആസ്വദിക്കാൻ കുറേ കാര്യങ്ങളുണ്ട്. നമ്മളെ ആകർഷിക്കുന്നതായിട്ടുള്ള ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട് അവിടെ. ഓക്കെ, നാച്ചുറൽ ബ്യൂട്ടി. ദ UAE is not just about cities. അപ്പോൾ അവിടെ സിറ്റീസ് മാത്രമല്ല, വേറെയും കുറേ കാര്യങ്ങളുണ്ട്. ഇറ്റ് ഹാസ് ബ്യൂട്ടിഫുൾ ഡെസേർട്ട്സ്, ബീച്ചസ് ആൻഡ് മൗണ്ടെയിൻസ്. അപ്പം അവിടെ ഡെസേർട്ട്സ് ഉണ്ട്, ബീച്ചസ് ഉണ്ട്, മൗണ്ടൻസ് ഉണ്ട്. ഇറ്റ് ഈസ് ഓൾ വെരി ബ്യൂട്ടിഫുൾ ആൻഡ് ഓൾസോ അട്രാക്റ്റീവ്. ആൻഡ്
The chapter shows how the natural scenery contrasts with the modern buildings. അപ്പം നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഇപ്പം പുതിയ ബിൽഡിങ്സ് ഒക്കെ വന്നിട്ട് പഴയതിൻ്റെ ഒരു ഭംഗി എവിടേക്കോ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്നൊരു സംശയം നമ്മളുടെ റൈറ്റർ മെൻഷൻ ചെയ്യുന്നുണ്ട്. The UAE has grown quickly because of its resources. എന്താണ് റിസോഴ്സ്? ഓയിൽ റിസോഴ്സസ് കാരണം. ഓക്കെ, കുറേ ഖനികളും ഓറും ഒക്കെ എവിടെയുണ്ട്? അറബ് നേഷൻസിലുണ്ട്. This growth helped the country become very wealthy and a popular place for international business. അപ്പം ഇൻ്റർനാഷണൽ ബിസിനസ് ഗ്രോ ചെയ്യാനും അവരുടെ പോപ്പുലാരിറ്റി കൂടാനും അവർക്ക് ഇൻകം ഇൻകം ഉണ്ടാവാനും ഒക്കെ എന്താണ് ഇത് സഹായിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഒരു മെയിൻ തീം അല്ലെങ്കിൽ പ്ലോട്ട് സമ്മറി എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ദിസ് ഇസ് വെരി സിമ്പിൾ സ്റ്റോറി. നൗ എ ഡോൾസ് ജേർണി. ഡോൾസ് ജേർണിയാണ് നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്റ്റോറിയാണ് ഡോൾസ് ജേർണി. അപ്പോൾ ഡോളാണ് അവിടുത്തെ ഒരു സെൻട്രൽ ക്യാരക്ടറായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. ഡോളിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു കഥയാണ് എന്ത്? ഡോൾസ് ജേർണി. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അല്ലേ? നമ്മൾ സ്റ്റോറീസ് പഠിച്ചു, പോയിട്രി പഠിച്ചു. അപ്പം നമ്മൾ എപ്പോഴും എന്ത് പഠിക്കുകയാണെങ്കിലും നമ്മൾ ഓവറോൾ എന്തൊക്കെ പഠിക്കാനുണ്ട്, എന്താണ് അതിൽ ഇമ്പോർട്ടൻസ്, അത് പഠിച്ചാൽ നമുക്ക് എങ്ങനെയൊക്കെ മാർക്ക് സ്കോർ ചെയ്യാമെന്ന് ആദ്യം നമ്മൾ ആലോചിക്കണം. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചപ്പോൾ പറഞ്ഞില്ലേ, കോൺവെർസേഷനാണ് ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ പുതിയതായിട്ടൊരു ഇമെയിൽ എൻട്രി എഴുതാൻ ചിലപ്പോൾ ചോദിക്കാം. അങ്ങനെ ചോദിക്കാൻ സാധ്യതയുള്ള മേഖലകളും കൂടെ കവർ ചെയ്തിട്ട് വേണം നമ്മളെപ്പോഴും ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും പഠിക്കേണ്ടത്. അങ്ങനെ പഠിച്ചാലേ ഉള്ളൂ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും അല്ലേ? വെറുതെ ഒരു ചാപ്റ്റർ പഠിച്ചു പോയാൽ നമുക്ക് എക്സാമിന് നന്നായിട്ട് എഴുതാൻ പറ്റില്ല. അപ്പം വാട്ട് യു ഹാവ് ടു ഡൂ ഇസ്, നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കുന്നത്, അത് പഠിക്കുന്നത് ശരിയായ രീതിയിലാണോ എന്നൊക്കെ അറിയണമെങ്കിൽ നന്നായിട്ട് ആദ്യം ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ മാത്രമേ നന്നായിട്ട് ആൻസേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം മിസ് ഇവിടെ മെയിൻ പോയിൻറ്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. ആ മെയിൻ പോയിൻറ്റ്സ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ടെക്സ്റ്റ് ബുക്കും കൂടെ വായിച്ചിരിക്കണം. ഇനി ഇതുവരെ ടെക്സ്റ്റ് ബുക്ക് വായിക്കാത്ത ആൾക്കാർ ലൈവ് ക്ലാസ് കഴിഞ്ഞിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് ഇതുമായിട്ട് കോറിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നല്ല പോയിൻറ്റ്സ് ഒക്കെ കിട്ടുമ്പോൾ എഴുതി വെക്കുക കേട്ടോ. പക്ഷേ പിന്നെയും പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ വിട്ടുപോകും എഴുതി വെക്കാൻ. അതുകൊണ്ടാണ് പിന്നെയും എഴുതി വെക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഓക്കെ, യെസ്, എ ഡോൾസ് ജേർണി. എന്തൊക്കെയാണ് ഇതിലെ മെയിൻ പോയിൻറ്റ്സ് എന്ന് നമുക്ക് നോക്കാം. മെയിൻ പോയിൻറ്റ്സ് ആരാണ്? കാഫ്ക ഈസ് എ റൈറ്റർ. ഓക്കെ, കാഫ്ക മീറ്റ്സ് എ യങ് ഗേൾ ഇൻ എ ബേർലിൻ പാർക്ക്. അപ്പം ബേർലിൻ പാർക്കിൽ വെച്ചിട്ട് ആര് കാണുന്നു? കാഫ്ക മീറ്റ്സ് എ യങ് ഗേൾ. ഓക്കെ, ഒരു യങ് ഗേളിനെ കാഫ്ക കാണാൻ ഇടയാവുകയാണ്. ഓക്കെ, കാഫ്ക മീറ്റ്സ് എ യങ് ഗേൾ. എവിടെയാണ്? ബേർലിൻ പാർക്ക്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി ഹെൽപ്ഫുൾ ആയിരിക്കും. ഹൂസ് അപ്സെറ്റ് അബൌട്ട് ലൂസിങ് എ ഫേവറേറ്റ് ഡോൾ. അപ്പം കുട്ടിക്കൊരു പ്രശ്നമുണ്ട്. കുട്ടി ഈസ് അപ്സെറ്റ്. ദ ഗേൾ ഈസ് അപ്സെറ്റ് ലൂസിങ് എ ഫേവറേറ്റ് ഡോൾ. ഓക്കെ, ഡോള് നഷ്ടപ്പെട്ട് പോയി. സോ ഗേൾ ഇസ് സിറ്റിംഗ് ഇൻ ദ പാർക്ക്, വെരി സാഡ്, ആൻഡ് ദെൻ കാഫ്ക അറൈവ്സ് ദെയർ ആൻഡ് മീറ്റ്സ് ദ ഗേൾ. അപ്പം എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നു. ആൻഡ് ദെൻ റിയലൈസസ് ദാറ്റ് ദ ഗേൾ ഹാസ് ലോസ്റ്റ് ദ ഡോൾ. അപ്പോൾ ഡോൾ പോയതിൻ്റെ സങ്കടത്തിലാണ് ആര്? ലിറ്റിൽ ഗേൾ. ടു കംഫേർട്ട് ഹർ, ആരെ? ഈ കുട്ടീനെ കംഫേർട്ട് ചെയ്യാൻ വേണ്ടി ആശ്വസിപ്പിക്കുകയാണ്. ഹൂ? കാഫ്ക. pretends to find a letter from the doll. ഓക്കെ, എന്താണ്? ഡോളിൻ്റെ അടുത്തുനിന്ന് ഒരു കത്ത് വന്ന പോലെ അഭിനയിക്കുകയാണ്. ശരിക്കും ഡോള് കത്ത് എഴുതോ? ഇല്ല. സോ ഹിയർ കുട്ടീനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി കാഫ്ക ടെൽസ് ദാറ്റ് he got a letter from the doll claiming the doll is traveling the world. അപ്പം ഒരു ടൂർ പോയിരിക്കുകയെന്നാണ് പറയുന്നത്. ഓക്കെ, ഡോള് കത്തിൽ എന്താ എഴുതിയത്? ഞാനൊരു യാത്ര പോവാണ്, ഒരു അഡ്വഞ്ചറസ് ടൂർ പോവാണ്. ഓക്കെ, ടു ട്രാവൽ അറൗണ്ട് ദ വേൾഡ്, ഒരു അഡ്വഞ്ചർ ട്രിപ്പ് പോവാണ് എന്ന് പറഞ്ഞിട്ടാണ് ഡോൾ എഴുതുന്നത്. അപ്പം നഷ്ടപ്പെട്ടു പോയി എന്നുള്ള സങ്കടം ആർക്കുണ്ടാവില്ല? കുട്ടിക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, കാഫ്ക കണ്ടിന്യൂസ് റൈറ്റിംഗ് ലെറ്റർ ഫ്രം ദ ഡോൾ. അപ്പോൾ എന്താ ചെയ്യുന്നത്? കാഫ്ക കുട്ടീനെ കൺസോൾ ചെയ്യാൻ വേണ്ടി ഒരു കത്തല്ല ഒരുപാട് കത്ത് എഴുതുന്നുണ്ട്. ഓക്കെ, കാഫ്ക കണ്ടിന്യൂസ് റൈറ്റിംഗ് ലെറ്റർ ഫ്രം ദ ഡോൾ ഡീറ്റെയിലിംഗ് ഹർ അഡ്വെഞ്ചർ. അപ്പം ഓരോ കത്തിലും എന്താണ് എഴുതുന്നത്?
ഡോളിൻ്റെ അഡ്വെഞ്ചേഴ്സിനെ പറ്റിയിട്ടാണ് ഓരോ കത്തിലും എഴുതിക്കൊണ്ടിരിക്കുന്നത്. ആര്? കാഫ്ക. കാഫ്ക കണ്ടിന്യൂസ് റൈറ്റിംഗ് ലെറ്റേഴ്സ് ഫ്രം ദ ഡോൾ ഡീറ്റെയിലിംഗ് ഹർ അഡ്വെഞ്ചേഴ്സ്. അപ്പോൾ ഓരോ ദിവസവും നടന്ന കാര്യങ്ങളൊക്കെ ഡോള് വിശദീകരിക്കുന്ന പോലെയാണ് കത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. ആസ് ദ ഗേൾ ബിക്കംസ് മോർ ആങ്ഷ്യസ്, Kafka writes that the doll is getting married and won't be able to write for some time. എന്താ പറയുന്നത്? ഇങ്ങനെ കത്ത് കിട്ടുന്നുണ്ടെന്നല്ലാതെ ഡോളിനെ കാണാൻ പറ്റുന്നില്ലല്ലോ. സോ കുട്ടി ഭയങ്കര സങ്കടത്തിലാണ്. ഓക്കെ. അൺഎബിൾ ടു മീറ്റ് ദ ഡോൾ, ദ ചൈൽഡ് ഇസ് വെരി സാഡ്. അപ്പം ഭയങ്കര സങ്കടത്തിലിരിക്കുകയാണ്. അപ്പം കാഫ്കയ്ക്ക് മനസ്സിലാവും ഹി കനോട്ട് റൈറ്റ് ലെറ്റേഴ്സ് ഫോർ എ ലോങ് ടൈം. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഡോള് കത്തെഴുതി എന്ന് പറഞ്ഞിട്ട് കുട്ടീനെ പറ്റിക്കാൻ പറ്റില്ല എന്ന് ആർക്ക് മനസ്സിലാവും? കാഫ്കയ്ക്ക് മനസ്സിലാവും. ആൻഡ് ദെൻ വാട്ട് ഡസ് കാഫ്ക ഡു? കാഫ്ക എന്ത് ചെയ്യും? അവസാനം ഒരു കത്ത് എഴുതും. എങ്ങനെയാണ് പറയുന്നത്? കാഫ്ക റൈറ്റ്സ് ദാറ്റ് ദ ഡോൾ ഇസ് ഗെറ്റിംഗ് മാരിഡ്. അപ്പം ഡോള് കല്യാണം കഴിക്കാൻ പോവാണെന്ന് പറയും. ഓക്കെ. ആൻഡ് വോണ്ട് ബി ഏബിൾ ടു റൈറ്റ് ഫോർ സം ടൈം. അപ്പം ഇനി എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞു ഡോളിൻ്റെ, ഇനി വെഡ്ഡിങ് ആണ്. അപ്പം അതിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഭയങ്കര തിരക്കായതുകൊണ്ട് കുറച്ച് കാലത്തേക്ക് ഇനി കത്ത് എഴുതാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ഡോള് പറഞ്ഞ പോലെ കാഫ്ക പറയും. ഓക്കെ. എന്താണ്? ഗെറ്റിംഗ് മാരിഡ് ആൻഡ് വോണ്ട് ബി ഏബിൾ ടു റൈറ്റ് ഫോർ സം ടൈം. പിന്നെ കുറച്ച് കാലത്തേക്ക് എന്ത് എഴുതാൻ പറ്റില്ല? കത്ത് എഴുതാൻ പറ്റില്ല. ദിസ് ഇമാജിനേറ്റീവ് സ്റ്റോറി ഹെൽപ്സ് ദ ഗേൾ കോപ്പ് വിത്ത് ദ ലോസ് ഓഫ് ദ ഡോൾ. അപ്പം ഇങ്ങനൊരു കാര്യം കേട്ടപ്പം ഇനി കുറച്ച് കാലത്തേക്ക് കത്ത് കിട്ടില്ല എന്നൊരു ധാരണ ആർക്ക് വന്നു? കുട്ടിക്ക് വന്നല്ലേ. So the girl understood that she won't be getting further letters from the doll. And doll ഇപ്പോൾ ഇവിടെ ഇല്ല, എൻ്റെ കൂടെ ഇല്ല എന്നൊരു റിയലൈസേഷനും ആർക്ക് വരികയാണ്? കുട്ടിക്ക് വരികയാണ്. ഓക്കെ. So the girl realizes that the doll is away from her and ഈ അടുത്തൊന്നും പെട്ടെന്ന് കാണാൻ പറ്റില്ല എന്നൊരു ധാരണ ആർക്ക് വരും? കുട്ടിക്ക് വരികയാണ്. ഓക്കെ. So this is the main points of the story. യെസ്. ഇതിൽ നിന്ന് എന്ത് ചോദ്യം ചോദിക്കാം? ഒരു ഡയറിക്ക് ഒരു സാധ്യതയുണ്ട് അല്ലേ? ഇതിൽ നിന്നും ഡയറിക്ക് സാധ്യതയുണ്ട്. നമ്മളെ ഫസ്റ്റ് ചാപ്റ്ററില്ലേ, ഏതാണ്? റോബോട്ട് വിത്ത് എ വൈറസ്. അതിൽ നിന്നും ഡയറിക്ക് ഒരു സാധ്യതയുണ്ട്. പക്ഷേ അവിടെ ഇമെയിലിനും കോൺവെർസേഷനാണ് കുറച്ചും കൂടെ പ്രോബബിലിറ്റി കൂടുതൽ. അതുകൊണ്ടാണ് മിസ് ഇവിടെ ഡയറി ഇട്ട്. ഡോൾസ് ഡയറിയാണ് കുറച്ചും കൂടെ ഒരു ചോദിക്കാൻ കുറച്ചും കൂടെ സാധ്യത കൂടുതൽ. ഇവിടെയാണ് ഡയറി എൻട്രി ചോദിക്കാൻ കുറച്ചും കൂടെ സാധ്യത കൂടുതലുള്ള ഏരിയ. ഓക്കെ. ആഫ്റ്റർ റീഡിങ് ദ ലെറ്റർ ഫ്രം ദ ഡോൾ, ദ ഗേൾ വാസ് ഈഗർ ടു സീ ഹർ. അല്ലേ? ഡോളിൻ്റെ അടുത്ത് കത്ത് കിട്ടിയപ്പം കാണാൻ വേണ്ടി ഭയങ്കര ആഗ്രഹം. ഷീ വെയിറ്റഡ് ആൻഡ് വെയിറ്റഡ്. കുറേ കാലം കാത്തിരുന്നു. ബട്ട് ദ ഡോൾ ഡിഡ് നോട്ട് ടേൺ അപ്പ്. പക്ഷെ എന്താണ്? ഡോള് വന്നില്ല അല്ലേ? So she decided to put her thoughts and emotions in her diary. Write the diary entry of the girl. അപ്പം എന്താണ്? ഡോളിനെ കാണണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു, പക്ഷേ കാണാൻ പറ്റിയില്ല. സോ എന്താണ്? അതിൻ്റെ സങ്കടമൊക്കെ ആയിട്ട് ആരെഴുതാണ്? ഇത് ഡയറി എഴുതാൻ തീരുമാനിക്കുകയാണ്. ആര്? നമ്മുടെ ഗേൾ. ഓക്കെ. സോ ലെറ്റ്സ് സീ ദ ലൈക്ലി ഡയറി എൻട്രി ഓഫ് ദ ഗേൾ. യെസ്. ഡയറി എഴുതുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വാട്ട് ഈസ് ഇറ്റ്? Excuse me, there is a technical error. Please wait. We'll be coming back shortly.
Welcome back, dear students. Thank you for your patience. So let's get back to our diary writing. Okay, diary entry of the girl. She is sad. അപ്പം മിസ് എന്താ പറഞ്ഞതെന്നറിയോ, ഡയറി എഴുതുമ്പം കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. വാട്ട് ഇസ് ഇറ്റ്? യെസ്, ആദ്യം തന്നെ ഒരു മൈ ഡയറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൈറ്റിൽ വേണം. ഓക്കെ, ടൈറ്റിൽ ഇടാം. ആൻഡ് ദെൻ യു ഹാവ് ടു മെൻഷൻ ദ ഡേ ആൻഡ് ദ ഡേറ്റ്. അപ്പം നിങ്ങൾ എന്നാണ് എഴുതുന്നതെന്നുള്ള ഡേയും ഡേറ്റും അതിൽ മെൻഷൻ ചെയ്യണം. ഓക്കെ, അപ്പം എന്താണ് എപ്പോഴും വേണ്ടത്? ആസ് എ ടൈറ്റിൽ വേണം ആൻഡ് ഡേ മെൻഷൻ ചെയ്യാം. ഹിയർ യു ക്യാൻ മെൻഷൻ ഡേറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കി വെക്കണം. ഓക്കെ, ടൈറ്റിൽ വേണം, ഡേ വേണം, ഡേറ്റ് വേണം. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ അത്രയും സങ്കടത്തിലാണ് ഇത് എഴുതുന്നല്ലേ, അപ്പം ഇന്ന് എഴുതുന്നത്. സോ ഡയറി എപ്പോഴും ദാറ്റ് ഡേ എഴുതുന്നൊരു കാര്യമായിരിക്കും, അല്ലാതെ കുറേ ദിവസം കഴിഞ്ഞിട്ട് അന്ന് അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ടില്ല നമ്മൾ ഡയറി എഴുതുക. ഓക്കെ, ടുഡേ ഓൾസോ ഐ ഗോട്ട് എ ലെറ്റർ ഫ്രം മൈ മിസ്സിംഗ് ഡോൾ. അപ്പം നിരന്തരമായിട്ട് എന്ത് കിട്ടുന്നുണ്ട്? ലെറ്റർ ഫ്രം മൈ മിസ്സിംഗ് ഡോൾ. ഷീ സേസ് ഷീ ഈസ് ഗോയിങ് റൗണ്ട് ദ വേൾഡ് ആൻഡ് ഷീ ഈസ് വെരി ഹാപ്പി. ഇപ്പം ഡോൾ എന്താണ് പറയുന്നത്? ഇസ് ഗോയിങ് റൗണ്ട് ദ വേൾഡ് ആൻഡ് ഷീ ഈസ് വെരി ഹാപ്പി എന്ന് എന്ത് ലെറ്ററിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെന്ന് ആരോട് പറയാണ്? ഡയറിനോട് പറയാണ്. നൗ ഷീ ഈസ് ഇൻ പാരീസ്. ഇപ്പോൾ പാരീസിലാണ്. She has seen the Eiffel Tower and she has visited Louvre, the museum. She says it contains the world's most iconic pieces. ഇപ്പം എന്താണ്? കുറേ സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്, ഐക്കോണിക് പീസസ്, കുറേ നല്ല നല്ല സ്ഥലങ്ങൾ കാണുന്നുണ്ട്, വളരെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള സ്ഥലങ്ങൾ കാണാൻ പറ്റി. മ്യൂസിയത്തിൽ പോയി പെയിൻറ്റിങ്സ് കണ്ടു, സ്കൾപ്ചേഴ്സ് കണ്ടു ബൈ ദ മോസ്റ്റ് ഫേമസ് പീപ്പിൾ ലൈക്ക് മൈക്കൽ ആഞ്ചലോ, റാഫേൽ ആൻഡ് ലിയോനാർഡോ ഡാ വിഞ്ചി. കണ്ടു. It has architectural elements and art objects by other famous or enormous artists of many different regions and eras. അപ്പം ലെറ്ററിലുള്ള കാര്യങ്ങളൊക്കെ ആര് മെൻഷൻ ചെയ്യാണ്? ഗേൾ മെൻഷൻസ് ഇൻ ദ ഡയറി. അപ്പോൾ ലെറ്റർ കിട്ടിയപ്പോൾ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഡയറക്റ്റ് ലെറ്റർ വായിക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ ഡയറിനോട് പറയാണ് ലെറ്ററിൽ ഉണ്ടായിരുന്ന ഓരോ കാര്യങ്ങളും എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് the girl. Okay, and then it is all good for her. അപ്പം ഭയങ്കര നല്ല നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഡോൾ വളരെ ഹാപ്പിയാണ്, ഇതൊക്കെ കാണാൻ പോയതിൽ ഭയങ്കര സന്തോഷത്തിലാണ് ഡോൾ എന്നാണ് ഗേൾ ഡയറിയോട് പറയുന്നത്. ബട്ട് ഐ ഫീൽ സോ സാഡ് വിത്തൗട്ട് ഹെർ. ഡോൾ ഹാപ്പിയാണ്, പക്ഷെ എന്താണ് ഇവിടെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതിന് ശേഷം വി ആർ മെൻഷനിങ് ദാറ്റ് ഐ ഫീൽ സോ സാഡ് വിത്തൗട്ട് ഹെർ. അപ്പോൾ ഡോൾ ഇല്ലാത്തതിൻ്റെ സങ്കടമാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ഡോൾ വളരെ അടിച്ചു പൊളിക്കുകയാണ്, അതിലൊക്കെ ഈ കുട്ടിക്ക് സന്തോഷമുണ്ട്. പക്ഷെ എന്താണ്? ഡോൾ ഇല്ലാതെ എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഷി വാസ് മൈ കോൺസ്റ്റൻറ്റ് കമ്പാനിയൻ ആൻഡ് നൗ ഐ എം അലോൺ. അപ്പം എൻ്റെ ഒരു കോൺസ്റ്റൻറ്റ് കമ്പാനിയൻ ആയിരുന്നു, എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. കോൺസ്റ്റൻറ്റ് കമ്പാനിയൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും കൂടെ ഉണ്ടാവുന്ന ആളായിരുന്നു. ആര്? നിങ്ങൾക്കും ഉണ്ടാവും അല്ലേ അങ്ങനെ ഒരു ക്ലോസ് ഫ്രണ്ട്? എപ്പോഴും കൂടെ സ്കൂളിൽ പോകുമ്പോഴും സ്കൂളിൽ നിന്ന് വീട്ടിൽ പോകുമ്പോഴും വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് വരുമ്പോഴും വാഷ്റൂമിൽ പോകാനൊക്കെ എപ്പോഴും നമ്മൾ ആരെങ്കിലും ഒരാൾ കൂടെ കൊണ്ടുപോകും അല്ലേ? കോൺസ്റ്റൻ്റ് ആയിട്ട് എപ്പോഴും നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത്. അതേപോലെ കുട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ആര്? ദ ഡോൾ. അപ്പം ഷീ വാസ് മൈ കോൺസ്റ്റൻറ്റ് കമ്പാനിയൻ ആൻഡ് നൗ ഐ ആം അലോൺ. ഇപ്പം എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണല്ലേ. ഡോൾ പോയതിൻ്റെ സങ്കടം. ഡേ ആൻഡ് നൈറ്റ് ഐ തിങ്ക് ഓഫ്. എനിക്ക് വേറെ ഒന്നും ചിന്തിക്കാനില്ല. രാവിലെ ആയാലും രാത്രി ആയാലും ഒക്കെ എനിക്ക് ആരെ പറ്റി തന്നെ ഓർമ്മയുള്ളൂ? ഡോളിനെ പറ്റി മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ എന്നാണ് ആര് പറയുന്നത്? ദ ലിറ്റിൽ ഗേൾ. ഓക്കെ, ഐ പ്രേ ടു ഗോഡ് ടു മേക്ക് മൈ ലെവി. ലെവി എന്നാണ് ആരെ പേര്? ഡോളിൻ്റെ പേര്. ഓക്കെ, യെസ്, ലെവി ഈസ് ദ നെയിം ഓഫ് ദ ഡോൾ. ലെവി come back to me as early as possible as I can't stand her absence anymore. ഓക്കെ, അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഇനിയും എന്താ പറയുക, ഡോളില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അപ്പം എത്രയും പെട്ടെന്ന് ഡോളെ നീ തിരിച്ചു വരൂ എന്നാണ് ആരോട് പറയുന്നത്? ഡയറിനോട് പറയുന്നത്. ഐ വോണ്ട് ഹെർ ബാക്ക്. ഐ കനോട്ട് സ്റ്റേ സോ ലോങ് വിത്തൗട്ട് യു മൈ ഡിയർ ഡോൾ. അപ്പം നമ്മൾ എപ്പോഴും ഡയറി എഴുതുമ്പം ടൈറ്റിൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ,
നിങ്ങൾക്ക് ഡയറിക്ക് എന്തെങ്കിലും പേരുണ്ടെങ്കിൽ അങ്ങനെ പേരിട്ടിട്ടാണെങ്കിലും എഴുതാം. ലൈക്ക് ഡിയർ കിറ്റി. ഓക്കെ, ഇപ്പം ഡയറീനെ നിങ്ങൾ കിറ്റി എന്ന് വിളിക്കുകയാണെങ്കിൽ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഡിയർ കിറ്റി. ടുഡേ ഐ ആം വെരി സാഡ് അങ്ങനെ പറഞ്ഞിട്ടും നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ഇവിടെ മൈ ഡയറി എന്ന് എഴുതിയതിന് പകരം നിങ്ങൾക്ക് ഈതർ നടുവിൽ ഡിയർ കിറ്റി എന്ന് എഴുതാം, അല്ലെങ്കിൽ നമ്മൾ ലെറ്ററൊക്കെ എഴുതുന്ന പോലെ ഡിയർ കിറ്റി എന്ന് നിങ്ങൾക്ക് സൈഡിലും എഴുതാം. ഓക്കെ, എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, ഇങ്ങനെ എഴുതുന്നത് കുറച്ചും കൂടി നന്നായിരിക്കും. ഇങ്ങനെ എഴുതിയാലും തെറ്റില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡയറി എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആൻഡ് ഓൾസോ ഡയറിയിൽ നമ്മൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുള്ള വാക്കുകളൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. യൂസ് വെരി സിമ്പിൾ ലാംഗ്വേജ്. ആൻഡ് ഓൾസോ നമ്മൾ അവിടെ ഉണ്ടായ പോലെ ഒരു ഫസ്റ്റ് പേഴ്സൺ നെറേറ്റീവ് ആണ് എപ്പോഴും എന്തൊരു ഡയറി. ഇപ്പോൾ ഡയറി ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യമില്ല. നീഡ് നോട്ട് യൂസ് ടു മെനി ജാർഗൻസ് ഓർ ഓർണമെൻ്റൽ ലാംഗ്വേജ്. അപ്പോൾ ഭയങ്കര ഫ്ലവറി ആയിട്ട് ഒത്തിരി ഡിഫിക്കൽട്ടായിട്ടുള്ള വേർഡ്സ് ഒന്നും എഴുതിയിട്ട് വേണ്ട. നിങ്ങൾക്കറിയാവുന്ന സാധാരണ നമ്മൾ സംസാരിക്കുന്ന പോലത്തെ രീതിയിലാണ് നമ്മൾ എന്തെഴുതുക, ഡയറി എപ്പോഴും എഴുതുക. അപ്പോൾ ഡയറി എപ്പോഴും സിമ്പിളാണ്. ആൻഡ് ഓൾസോ ഒരു ക്രൊണോളജി വേണം. ഇപ്പോൾ തുടക്കവും അവസാനവും തമ്മിലൊരു ബന്ധം വേണം. ഓക്കെ, നിങ്ങൾ എഴുതുന്ന സാധനങ്ങൾ തമ്മിൽ ഒരു കൊഹീറൻസ് വേണം. അപ്പോൾ അത് തുടക്കം ടുഡേ ഐ വാസ് വെരി സാഡ്, അപ്പോൾ എന്തിനാണ് സാഡ് ആയതെന്ന് പറയാം. ഇനി എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അവസാനം പറയാം. അപ്പം ഒരു ഇൻട്രൊഡക്ഷൻ, പിന്നെ നടുവിൽ കുറച്ച് കാര്യങ്ങൾ, ആൻഡ് ഓൾസോ കൺക്ലൂഷൻ. അപ്പം അവസാനം ഇതിൽ പറയുന്നില്ലേ, ഐ കനോട്ട് സ്റ്റേ വിത്ത്. ആദ്യം എന്ത് പറഞ്ഞു? ഇന്നിങ്ങനെ കത്ത് കിട്ടി, കത്തിൽ ഇന്ന കാര്യങ്ങളായിരുന്നു ഉണ്ടായെന്ന് ആദ്യം പറഞ്ഞു. പിന്നെന്ത് പറഞ്ഞു? ഇങ്ങനെയൊക്കെ ആണെങ്കിലും എനിക്ക് സങ്കടമാണ്. എന്തേലും ലാസ്റ്റിൽ എന്താ പറഞ്ഞേ? കുറേ കാലം ഡോളിനെ കാണാതെ എനിക്ക് ഇരിക്കാൻ പറ്റില്ല, പ്ലീസ് കം ബാക്ക് സൂൺ, അല്ലേ? അപ്പോൾ ഒരു സീക്വൻസ് ഉണ്ട്, ഒരു പാറ്റേൺ ഉണ്ട്, അല്ലേ? ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്, ഒരു ബോഡി ഉണ്ട്, ഒരു കൺക്ലൂഷൻ ഉണ്ട്. ഈ തരത്തിലാണ് നമ്മളെപ്പോഴും ഡയറി എഴുതേണ്ടത്, കേട്ടോ. ക്ലിയർ അല്ലേ? അപ്പം ദിസ് ഇസ് ദ ചാപ്റ്റർ. ഇനി നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോവാണ്, ഫോറിൻ ലാൻഡ്സ്. ഓക്കെ, ഫോറിൻ ലാൻഡ്സ് എന്താണ്? ഒരു പോയിട്രിയാണ്. മരത്തമ്മിൽ കയറി നിൽക്കണുണ്ടോ കുട്ടികൾ? അപ്പം ഒരു കുട്ടി മരത്തിൽ നിൽക്കണ ഒരു ഇമേജാണ് നമുക്കിവിടെ കാണാൻ പറ്റണേ. അപ്പം എന്താണ് കവിത എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ വാട്ട് ദ പോയിട്രി ഈസ് അബൌട്ട്. യെസ്, ഹൂ ഷുഡ് ക്ലൈംബ് അപ്പ് ഇൻ ടു ദ ചെറി ട്രീ എക്സെപ്റ്റ് മീ ഹൂ ഇസ് വെരി സ്മോൾ. അപ്പം ആരൊക്കെയാണ് ഇതിൻ്റെ മേലെ കയറേണ്ട ആൾക്കാർ? ഞാൻ വളരെ ചെറുതാണല്ലേ, അല്ലെങ്കിൽ കുട്ടി എന്താ പറയുന്നത്, ഞാൻ വളരെ ചെറിയൊരാളാണ്, അപ്പോൾ എനിക്ക് താഴെ നിന്നാൽ ഒന്നും കാണാനില്ല, അപ്പം മരത്തിൻ്റെ മേലെ പോയാൽ എനിക്ക് എന്തൊക്കെയോ കാണാൻ പറ്റും. സോ വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് ദ ഗേൾ ക്യാൻ സീ എന്നാണ് പറയുന്നത്. ഓക്കെ, ഐ ഹെൽഡ് ദ ട്രങ്ക്, അതായത് മരത്തിൻ്റെ തടിയില്ലേ, നമ്മളെപ്പോഴും മരത്തിന്മേൽ കയറുമ്പോൾ കയറുന്ന സംഭവമാണ് ട്രങ്ക് ഓഫ് ദ ട്രീ. അപ്പം ട്രങ്കിൽ കയറിയിട്ട് എന്താ പറയണേ? യെസ്, who should climb up the cherry tree except me who is very small. I held the trunk with both my hands and looked far to see foreign lands. ഇവിടെ ഫോറിൻ ലാൻഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് വിദേശ രാജ്യങ്ങൾ എന്നല്ല കേട്ടോ. ഫോറിൻ ലാൻഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പരിചയമില്ലാത്ത ഏതൊരു സാധനത്തിനെയും നമ്മൾ ഫോറിൻ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഫോറിൻ ലാൻഡ് അങ്ങനെ മെൻഷൻ ചെയ്യും കേട്ടോ. അപ്പോൾ അതൊരു പുതിയ ടേമാണ്, അറിയാത്ത ആൾക്കാർക്ക് എഴുതി വയ്ക്കാം. അപ്പോൾ ഇങ്ങനത്തെ പുതിയ പുതിയ വാക്കുകളൊക്കെ നിങ്ങൾ നിങ്ങളുടെ ആൻസർ പേപ്പറിൽ എഴുതുമ്പം യു വിൽ ഗെറ്റ് എക്സ്ട്രാ മാർക്സ്. അപ്പം എല്ലാ കുട്ടികളിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വ്യത്യസ്തമായിട്ടൊരു അഡീഷണൽ പോയിന്റ് എഴുതാനുണ്ടെങ്കിൽ അപ്പോഴാണ് നിങ്ങൾക്ക് എക്സ്ട്രാ മാർക്ക് കിട്ടുക കേട്ടോ. അപ്പം ഇല്ലെങ്കിൽ എല്ലാവരും എഴുതുന്ന ഒരേപോലെ ആവില്ലേ. അപ്പം അങ്ങനത്തെ കുട്ടി ടിപ്സാണ് മിസ് പറഞ്ഞു തരുന്നത് കേട്ടോ. ആൻഡ് ഐ സോ ദ ഗാർഡൻ ദ നെക്സ്റ്റ് ഡോർ. ഓക്കെ, ഐ സോ ദ ഗാർഡൻ നെക്സ്റ്റ് ഡോർ. അപ്പം മരത്തുമെന്ന് കയറി നിന്നപ്പോൾ എന്താണ് കണ്ടതെന്നാണ് പറയുന്നത്. യെസ്, അപ്പം എന്ത് കണ്ടു? ഫോറിൻ ലാൻഡ്. അപ്പോൾ പരിചയമില്ലാത്ത കുറച്ച് സ്ഥലങ്ങൾ ഉയരത്തിൽ നിന്നപ്പം ദൂരത്തേക്ക് കാണാൻ പറ്റി. അല്ലെങ്കിൽ സാധാരണ നമ്മളിങ്ങനെ നിന്ന് നമുക്ക് ഇവിടെ മാത്രമേ കാണാം. ഇപ്പോൾ ഹൈറ്റിൽ നിൽക്കുമ്പം കുറച്ചും കൂടെ ദൂരത്തേക്ക് നമ്മൾ സ്ഥിരം കാണാത്ത സാധനം നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഐ സോ ദ ഗാർഡൻ നെക്സ്റ്റ് ഡോർ. അപ്പുറത്തെ വീട്ടിലെ പൂന്തോട്ടം കാണാൻ പറ്റി. ഇറ്റ് വാസ് അഡോൺഡ് വിത്ത് ഫ്ലവേഴ്സ്. അപ്പോൾ അതിൽ ഫുള്ളും
പൂക്കളായിരുന്നു. പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു എവിടെ? അപ്പുറത്തെ ഗാർഡനിൽ. ഐ സോ ബിഫോർ മൈ ഐസ് മെനി മോർ പ്ലസന്റ് പ്ലേസസ്. അപ്പം ഇത് മാത്രമല്ല, കുറേ നല്ല നല്ല കണ്ണിന് കുളിർമ തരുന്ന സൂതിങ് ആയിട്ടുള്ള കുറേ പ്ലേസസ് നമുക്ക് കാണാൻ പറ്റി. I saw before my eyes many more pleasant places that I had never seen before. അപ്പം ഞാൻ ഇതിൽ മുമ്പ് കാണാത്ത കുറേ സ്ഥലങ്ങളും കാണാൻ വേണ്ടി സാധിച്ചു. Excuse me. I saw the river. ഞാൻ റിവർ കണ്ടു. Which had dimples all over. അപ്പം എന്താ കണ്ടത്? റിവറിൻ്റെ പ്രത്യേകത എന്താ? ഇറ്റ് ഹാഡ് ഡിംപിൾസ്. വാട്ട് ഈസ് എ ഡിംപിൾ? നമ്മൾ ചിരിക്കുമ്പോൾ ഒക്കെ നുണക്കുഴിയില്ലേ, ഇപ്പം സൈഡിലൊരു കുഴി പോലെ സാധനം വരില്ലേ, ദാറ്റ് ഈസ് ആക്ച്വലി കോൾഡ് ഡിംപിൾ. അപ്പം എന്താണ്? വെള്ളത്തിൽ ഡിംപിൾസ്, അതായത് വെള്ളത്തിൽ കുഞ്ഞു 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 കുഴികൾ, ഓൾ ഓവർ ഫ്ലോയിങ്. അപ്പം ആ മരത്തിൻ്റെ മുകളിൽ കയറിയപ്പോഴാണ് എന്ത് കാണാൻ പറ്റിയത്? ഇതൊക്കെ കാണാൻ സാധിച്ചത്. താഴെ നിൽക്കുകയാണെങ്കിൽ കുട്ടിക്ക് അതൊന്നും കാണാൻ പറ്റില്ലായിരുന്നു അല്ലേ? Okay. It became the sky's blue looking glass. എന്താണ്? ആ റിവർ എങ്ങനെയായിരുന്നു? നീല കളറിലായിരുന്നു. കാരണം ആകാശം നീല കളറാണ്. അപ്പോൾ അത് റിഫ്ലക്ഷൻ ആണ് അല്ലേ? സോ ദ റിവർ വാസ് ലുക്കിംഗ് ബ്ലൂ കളർ. സ്കൈസ് ബ്ലൂ ലുക്കിംഗ് ഗ്ലാസ്. അപ്പം മിറർ ഇമേജ് പോലെ കാണാൻ സാധിച്ചു എന്നാണ് ആര് പറയുന്നത്? കുട്ടി പറയുന്നത്. The dusty roads go up and down on which the people walk in to town. അപ്പം വേറെന്തൊക്കെ കണ്ടു? ആദ്യം എന്താ കണ്ടത്? ഗാർഡൻ കണ്ടു, നെക്സ്റ്റ് ഡോർ ഗാർഡൻ കണ്ടു, ആൻഡ് മെനി മോർ ബ്യൂട്ടിഫുൾ പ്ലേസസ്. പിന്നെന്താ മെൻഷൻ ചെയ്തത്? റിവർ കണ്ടു അല്ലേ? ഹാഡ് ഡിംപിൾസ് ഇൻ ഇറ്റ് ആൻഡ് ഓൾസോ ഇറ്റ് വാസ് ആസ് എ ഗ്ലാസ് റിഫ്ലക്ഷൻ ഓഫ് ദ സ്കൈ, ബ്ലൂ സ്കൈ. കേട്ടോ? ആൻഡ് ദ ഡസ്റ്റി റോഡ്സ് ഗോ അപ്പ് ആൻഡ് ഡൗൺ ഓൺ വിച്ച് ദ പീപ്പിൾ വാക്ക് ഇൻ ടൗൺ. പിന്നെന്ത് കണ്ടു? റോഡ് കണ്ടു. ഓക്കെ, റോഡ് അപ്പ് ആൻഡ് ഡൗൺ പോകുന്ന ആൾക്കാർ എവിടേക്കാണ് പോകുന്നത്? ടൗണിലേക്ക് പോണ വഴിയും ഒക്കെ കാണാൻ സാധിച്ചു. ഓക്കെ, ദാറ്റ് ഈസ് ത്രൂ ദ ഹൈറ്റ്സ്. വെൻ ഷീ വാസ് സിറ്റിംഗ് ഓൺ എ ടോപ്പ് ഓഫ് എ ട്രീ ഷീ കുഡ് സീ ഓൾ ദീസ് തിങ്സ്. ഓക്കെ, അപ്പം ഇത്രയാണ് ഇതിൽ പറയുന്നത്. ആൻഡ് ഓൾസോ if I could find a higher tree I would be able to see farther and farther. അപ്പം കുറച്ചും കൂടെ ഉയരമുള്ള മരമായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ദൂരത്തേക്ക് കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇതിന് ഇത്ര ഹൈറ്റ് അല്ലല്ലോ, അപ്പോൾ കുറച്ചും കൂടെ ഹൈറ്റ് ആയിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ കാണാൻ സാധിക്കുമായിരുന്നു എന്നാണ് ആര് പറയുന്നത്? കുട്ടി പറയുന്നത് കേട്ടോ. വേർ ദ ബിഗ് റിവർ എംപ്റ്റീസ് ഇൻ ടു സീ. അപ്പം റിവറൊക്കെ എവിടേക്കാണ് കൂടിച്ചേരുന്നത്? സീയിലേക്കാണ്. അപ്പം ഇപ്പം റിവറല്ലേ കാണാൻ പറ്റില്ല, അപ്പോൾ കുറച്ചും കൂടെ ഉയരമുള്ള ട്രീ ആയിരുന്നെങ്കിൽ എന്ത് കാണാൻ പറ്റും? ഈ റിവറൊക്കെ സീയിലേക്ക് മേർജ് ചെയ്യുന്നതും കൂടെ കാണാൻ പറ്റുന്ന കുട്ടി പറയാണ്. സോ look how innocent the girl is into the sea in which there are many ships. അപ്പോൾ സീയിൽ എന്തൊക്കെ ഉണ്ടാവും? കുറേ ഷിപ്പുകളുണ്ട്. അപ്പോൾ അതും കാണാൻ പറ്റുമായിരുന്നു കേട്ടോ. സോറി, യെസ്, yeah, could rivers emptying into sea in which there are many ships. അപ്പം അതും കാണാൻ സാധിക്കുമായിരുന്നു. I would then be able to see where the roads on both sides go onwards. അപ്പം അവിടെ അത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് റോഡ് കാണാൻ പറ്റുമായിരുന്നു. അത് എങ്ങോട്ട് പോവുമായിരുന്നു എന്നും അറിയാൻ പറ്റുമായിരുന്നു. റോഡ് എവിടേക്കായിരിക്കും പോകുന്നത്? ഗോയിങ് ടു സം ഫെയറി ലാൻഡ്. അപ്പം ഏതെങ്കിലും ഒരു ഫെയറി ലാൻഡിലേക്കായിരിക്കും ആ റോഡൊക്കെ പോയിട്ട് മീറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പം അത് കാണാൻ പറ്റുമായിരുന്നു. There in the fairy land all the children eat early. അപ്പം എല്ലാവരും വേഗം ഭക്ഷണമൊക്കെ കഴിച്ച് and the play things come alive. അപ്പോൾ അവർ കളിക്കുന്ന സാധനങ്ങളൊക്കെ എപ്പോഴും അലൈവ് ആയിരിക്കും അല്ലേ? അപ്പം അങ്ങനെ ഒരു ഫെയറി ലാൻഡിലേക്ക് ആ റോഡ് എത്തും എന്നാണ് ആര് പറയുന്നത്? കുട്ടി പറയും. അപ്പം the girls desire to see all those unseen places അല്ലെങ്കിൽ the foreign lands. അപ്പം കുറേ കാഴ്ചകൾ കാണാൻ ഇഷ്ടമുള്ള ഒരു എൻതൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരു കുട്ടീനെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഷീ വാണ്ട്സ് ടു എൻജോയ് ദ ബ്യൂട്ടി ഓഫ് ദ നേച്ചർ, വിസിറ്റ് ഡിഫറെൻറ്റ് പ്ലേസസ് ആൻഡ് എക്സ്പ്ലോർ ദ പ്ലേസ് അറൗണ്ട് ഹർ. അവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട്, എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മളെ പ്രകൃതിയിൽ എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, വാട്ട് എവർ വി ക്യാൻ എൻജോയ്, നമുക്കറിയാത്ത സ്ഥലങ്ങൾ ഒക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻസൈറ്റി, ഒരു ക്യൂരിയോസിറ്റി ഉള്ളൊരു
enthusiastic ആയിട്ടുള്ള ഒരു കുട്ടീനെയാണ് നമുക്ക് ഈ പോയിട്രിയിലുടനീളം കാണാൻ പറ്റുന്നത് അല്ലേ? ത്രൂ ഔട്ട് ദ പോയിട്രി വി ക്യാൻ സീ an enthusiastic, energetic girl who wants to visit all the foreign lands which she had never seen before. Okay, so this is the poetry. Yes, ഇപ്പോൾ ഇതൊരു പോയിട്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തുണ്ടാവും? പോയിറ്റിക് ഡിവൈസസും ഉണ്ടാവും അല്ലേ? സോ ഇതിൽ എന്തൊക്കെ പോയിറ്റിക് ഡിവൈസസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. പ്രീവിയസ്ലി നമ്മൾ എന്തൊക്കെ പറഞ്ഞു? അലിറ്ററേഷൻ പറഞ്ഞു, റിപ്പിറ്റേഷൻ പറഞ്ഞു. അപ്പോൾ അലിറ്ററേഷൻ എന്താണെന്ന് നിങ്ങൾ ഓൾറെഡി പഠിച്ചു, റിപ്പിറ്റേഷൻ എന്താണെന്നും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഇനി നമുക്ക് ഇതിലുള്ള എന്തൊക്കെ പോയിറ്റിക് ഡിവൈസസ് ആണ്. പോയിറ്റിക് ഡിവൈസസ് എപ്പോഴും എന്തിനാണ്? ഒരു പോയിട്രിനെ കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആക്കാൻ, ഒരു ഭംഗി കൂട്ടാൻ, അല്ലെങ്കിൽ വായിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു രസം ഉണ്ടാവും വായിക്കാൻ. ഒന്നുമില്ലാതെ ബ്ലാങ്ക് ആയിട്ട് നമ്മൾ സ്ഥിരമായിട്ട് എഴുതുന്ന പോലത്തെ ഒരു ബ്ലാങ്ക് വേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് എഴുതുന്ന രീതിയിലാണെങ്കിൽ ഇറ്റ് വുഡ് നോട്ട് ബി സോ അപ്പീലിംഗ് അല്ലേ? നമുക്ക് വായിക്കാൻ വലിയ ഇൻട്രസ്റ്റ് തോന്നില്ല. അപ്പോൾ കുറേ റൈമിങ് വേർഡ്സും പിന്നെ കുറേ റെപ്പിറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പഠിക്കാനും സുഖമാണ്, നമുക്ക് ഓർത്തിരിക്കാനും സുഖമാണ്. അറ്റ് ദ സെയിം ടൈം വായിക്കുമ്പം നല്ല രസമായിരിക്കും. ഓക്കെ, സോ ഹിയർ വി ഹാവ് റൈമിങ് വേർഡ്സ്. വാട്ട് ഈസ് എ റൈമിങ് വേർഡ്? റൈമിങ് വേർഡ്സ് എപ്പോഴും ലൈനിൻ്റെ ഒരു പോയിട്രിയിൽ ഒരു ലൈനിൻ്റെ അവസാനമായിരിക്കും നമുക്ക് എന്ത് കാണുക? റൈമിങ് വേർഡ്സ് കാണാൻ പറ്റും അല്ലേ? Yeah, when words end with the same sound, ഒരേ തരത്തിലുള്ള സൗണ്ടിൽ വെച്ച് അവസാനിക്കുകയാണെങ്കിൽ we call them as rhyming words. Example, lie, I, lie. അപ്പോൾ ഒരേ സൗണ്ടിലാണ് എന്ത് ചെയ്യുന്നത്? അത് അവസാനിക്കുന്നത്. ഓക്കെ, more, before. അപ്പം മോറും ബിഫോർ, അപ്പം ഓർ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? എൻഡ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് ഓൾസോ എ റൈമിങ് വേർഡ്സ്. പാസ്, ഗ്ലാസ്, സ സൗണ്ടിലാണ് എന്ത് ചെയ്യുന്നത്? രണ്ടും എൻഡ് ചെയ്യുന്നത്. കണ്ടോ? സോ ദിസ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് എ റൈമിങ് വേർഡ്. ഡൗൺ, ടൗൺ, ദിസ് ഇസ് എ റൈമിങ് വേർഡ്. ഔൺ വെച്ചിട്ടാണ് എൻഡ് ചെയ്യുന്നത്. ഫേവർ, color, these are rhyming words. Then tree, sea is a rhyming word. Slips, ships, ips വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? എൻഡ് ചെയ്യുന്നത്. So this is also a rhyming word. Hand and land, and വെച്ചിട്ടാണ് അതിൻ്റെ സൗണ്ട് എൻഡ് ചെയ്യുന്നത്. 5, live, സൗണ്ടിലാണ് രണ്ടും എൻഡ് ചെയ്യുന്നത്. സോ ദീസ് ആർ റൈമിങ് വേർഡ്സ്. ഇത് മിസ് ഒരു എക്സാമ്പിൾ തന്നതാണ്. ഓക്കെ, സോ റൈമിങ് വേർഡ്സ് എന്താന്ന് മനസ്സിലായില്ലേ? ഇസ് ഇറ്റ് ക്ലിയർ? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക കേട്ടോ, മിസ് ആൻസർ ചെയ്യുന്നതായിരിക്കും. ആൻഡ് പോയിറ്റിക് ഡിവൈസസിൽ അടുത്ത വരുന്നതാണ് എസനൻസ്. അലിറ്ററേഷൻ നമ്മൾ നേരത്തെ പഠിച്ചു. ഇത് എസനൻസ്. അലിറ്ററേഷൻ എന്തായിരുന്നു ഓർമ്മയുണ്ടോ? റിപ്പിറ്റേഷൻ ഓഫ് എന്താണ്? യെസ്, കോൺസണന്റ് സൗണ്ട്സ്. അപ്പോൾ എസനൻസ് എന്തായിരിക്കും? റിപ്പിറ്റേഷൻ ഓഫ് വവൽ സൗണ്ട്സ്. അപ്പോൾ നേരത്തെ നമ്മൾ എന്ത് പഠിച്ചു? റിപ്പിറ്റേഷൻ ഓഫ് കോൺസണന്റ് സൗണ്ട്സ് അലിറ്ററേഷൻ ആണെന്ന് പഠിച്ചു. അപ്പം റിപ്പിറ്റേഷൻ ഓഫ് വവൽ സൗണ്ട്സ് എന്തായിരിക്കും? എസനൻസ്. Vowel sounds is called it is called assonance. Okay, the line is called as assonance. It is also called vowel rhyme. Assonance നെ നമ്മൾ എന്തെന്നും പറയും? vowel sounds എന്നും പറയാറുണ്ട്. ഓക്കെ, സോ അതെപ്പോഴും ഓർത്ത് വയ്ക്കുക. എസനൻസ് ഇസ് ഓൾസോ കോൾഡ് ആസ് വവൽ റൈം എന്നും നമ്മൾ പറയും. അപ്പോൾ വവൽ റൈം എന്നാണ് ചോദ്യത്തിലുള്ളെങ്കിൽ നിങ്ങൾക്ക് തെറ്റാൻ പാടില്ല, അത് എസനൻസ് ആണ് കേട്ടോ. എക്സാമ്പിൾ, ഇൻ ദ ലൈൻ ആൻഡ് ലുക്ഡ് അബ്രോഡ് ഓൺ ഫോറിൻ ലാൻഡ്സ്, ദ ലോങ് ഓ സൗണ്ട് ഇസ് റിപ്പീറ്റഡ് ഇൻ ദ വേർഡ്സ് എബ്രോഡ് ആൻഡ് ഫോറിൻ. എബ്രോഡ്, ഓഡ്, എങ്ങനെ വായിക്കുക? എബ്രോഡ്, ഓ സൗണ്ടാണ് നമുക്ക്
കൂടുതലായിട്ടും എംഫസിസ് കിട്ടുന്നത് അല്ലേ? ആൻഡ് ഫോറിൻ അവിടെയും നമുക്ക് എന്താണ് ഓ സൗണ്ടിനാണ് നമുക്ക് കൂടുതൽ ഫോക്കസ് വരുന്നത്. ഓക്കെ, സോ ഇതിൽ അബ്രോഡ് ആൻഡ് ഫോറിൻ രണ്ടിലും എന്തുണ്ട്? ഓ സൗണ്ടിൻ്റെ പ്രോമിനൻസ് ഉണ്ട്, അല്ലെങ്കിൽ അതൊന്നും കൂടെ എടുത്ത് നിൽക്കുന്നുണ്ട് അല്ലേ പറയുമ്പോൾ. അപ്പോൾ അതാണ് എസനൻസ്. അപ്പോൾ ഒരു ലൈനിൽ റെപ്പിറ്റേഷൻ ഓഫ് വവൽ സൗണ്ട്സ് വരികയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? എസനൻസ് എന്ന് പറയും. അതിന് വേറൊരു പേരുണ്ട്, എന്തായിരുന്നു? യെസ്, ദാറ്റ് ഈസ് വവൽ റൈം. അതാണ് എസനൻസ്. അപ്പം നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു? എന്തൊക്കെ സാധനങ്ങൾ പഠിച്ചു? റൈമിംഗ് വേർഡ്സ് പഠിച്ചു അല്ലേ? റൈമിംഗ് വേർഡ്സ് പഠിച്ചു. പിന്നെന്ത് പഠിച്ചു? റിപ്പിറ്റേഷൻ അല്ലെങ്കിൽ റിഫ്രെയിൻ. റിപ്പിറ്റേഷൻ അല്ലെങ്കിൽ റിഫ്രെയിൻ എന്താന്ന് പഠിച്ചു. ആൻഡ് ഓൾസോ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഇപ്പം എന്താ പഠിച്ചേ? യെസ്, എസനൻസ് എന്താന്ന് പഠിച്ചല്ലേ? അലിറ്ററേഷൻ പഠിച്ചു. അലിറ്ററേഷൻ എന്തായിരുന്നു? റിപ്പിറ്റേഷൻ ഓഫ് കോൺസണന്റ് സൗണ്ട്സ്. ഓക്കെ, പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? രണ്ടാമത് നമ്മൾ പഠിച്ചു അസണൻസ്. ഇത് മിസ് പിന്നെയും പറയുന്നത് നിങ്ങൾ മറന്നു പോകാതിരിക്കാനാണ് കേട്ടോ. ഇവിടെ എന്താണ്? വവൽ സൗണ്ട്സ്. ഓക്കെ, അലിറ്ററേഷനും അസണൻസും റൈമിംഗ് വേർഡ്സും പഠിച്ചു. ആൻഡ് ഓൾസോ റിഫ്രെയിൻ അല്ലെങ്കിൽ റിപ്പിറ്റേഷനും നമ്മൾ പഠിച്ചു. ഓക്കെ, യെസ്, ഇത്രയും നമ്മൾ ചാപ്റ്ററിൽ നിന്ന് പഠിച്ചു. ഇപ്പം നമ്മൾ 5 ചാപ്റ്റേഴ്സ് കൂടെ പോയല്ലേ? റോബോട്ട് വിത്ത് എ വൈറസ്, അതിൽ റിക്കി എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. ആൻഡ് ഹി ഗെറ്റ്സ് എ റോബോട്ട്, ദാറ്റ് ടു എ ബട്ട്ലർ റോബോട്ട്, അതൊക്കെ പഠിച്ചു. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റോറി, ഡയറി ചോദിക്കുന്ന ഒരു ഡോൾസ് ജേർണി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചു. ആൻഡ് ദെൻ 2 പോയട്രി പഠിച്ചു, ഫോറിൻ ലാൻഡ്സ് പഠിച്ചു, ദെൻ എമിറേറ്റ്സ് പഠിച്ചു. സോ നമ്മൾ കുറച്ച് ചാപ്റ്ററിലൂടെയൊക്കെ പോയി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഡിസ്കസ് ചെയ്തു. അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്തല്ലേ? കോൺവെർസേഷൻ, ഡയറി, ഇമെയിൽ റൈറ്റിംഗ്, ഇതൊക്കെ നമ്മൾ നോക്കി. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ചോദ്യത്തിൽ എക്സാം പേപ്പറിൽ, ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് എഡിറ്റിംഗ്. എഡിറ്റിംഗ് നമ്മൾ എപ്പോഴും കാണുന്നൊരു സാധനമാണ്. ഓക്കെ, സോ എഡിറ്റിങ്ങിൽ എന്താണ് നമ്മൾ നോക്കേണ്ടത്? നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പം വാട്ട് ഈസ് ദ എറർ ഇൻ ഇറ്റ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇതൊരു 4 മാർക്കിനോ അല്ലെങ്കിൽ 6 മാർക്കിനോ ആയിട്ട് എഡിറ്റിംഗ് ചോദിക്കാം. ഓക്കെ, സോ എഡിറ്റിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് മിസ്സിന് പറയാൻ പോകുന്നത്. ഓക്കെ, ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ ഗിവൺ. ദ കിങ് ഹേർഡ് ദിസ് റിമാർക്ക്. ഹി, ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് എ അവിടെ കൊടുത്തിരിക്കുന്നത്. മെയ്ഡ് ക്വയറീസ് ആൻഡ് ഗിവ് orders to dismiss the corrupt officials. Moreover, was state food served off the king's ഊട്ടുപുര. അപ്പം എന്താണ്? കിങ്ങിൻ്റെ ഊട്ടുപുരയിൽ ഭക്ഷണം കൊടുക്കുന്നതിനെ പറ്റിയിട്ടാണ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പം ഇവിടെ ഇത്രയും മിസ്റ്റേക്സ് ഉണ്ട് കേട്ടോ. അപ്പം എന്തൊക്കെയാണ് മിസ്റ്റേക്സ്? ഹീലൊരു പ്രശ്നമുണ്ട്. ആൻഡ് ദെൻ ഇവിടെ ഒരു വാക്കുണ്ട് ആൻഡ് ഗിവ്, പിന്നെന്താ? മോർ, നെവർ. ആൻഡ് ദെൻ ഓഫ്. അപ്പം ദ കിങ് ഹേർഡ് ദിസ് റിമാർക്ക്. ഹി ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് എന്ത് വേണം? ക്യാപിറ്റൽ. അപ്പം എന്താണ് മിസ്റ്റേക്ക്? ദാറ്റ് ഇസ് ക്യാപിറ്റലൈസേഷൻ ഇസ് ദ മിസ്റ്റേക്ക് ഫൗണ്ട് ഹിയർ. മെയ്ഡ് enquiries, that is a spelling mistake. Made enquiries and
മെയ്ഡ് വന്നല്ലേ, മെയ്ഡ് എൻക്വയറീസ്. അപ്പം എന്ത് വേണം? ആൻഡ് ഗേവ് ഓർഡേഴ്സ് ടു. ഹിയർ ഇസ് എ സ്പേസ്. അവിടെ സ്പേസിങ് ഉണ്ട്. ഗേവ് ഓർഡേഴ്സ്. അപ്പം ഇത് ഗിവ് എന്താവണം? ഗേവ് ആവണം അല്ലേ? എന്താണ്? ടെൻസിലുള്ള ചേഞ്ച് ആണ് കാണുന്നത്. ഓക്കെ, സോ ചേഞ്ച് ഇൻ ദ ടെൻസ്. ഇവിടെ എന്തിൻ്റെ ചേഞ്ച് ആണ്? സ്പെല്ലിംഗ് എറർ ആണ്. ഓക്കെ, ഇവിടെ ക്യാപിറ്റൽ. അപ്പം പല രീതിയിലാണ് നിങ്ങൾക്ക് എഡിറ്റിംഗ് ഉള്ളത്. ഇവിടെ ക്യാപിറ്റൽ ആണ്, ഇവിടെ സ്പെല്ലിംഗ് ആണ്, ഇവിടെ ടെൻസ് ആണ്. മോർ നെവർ, അത് നമുക്ക് എന്താണ് പ്രശ്നം? ഡിസ്മിസസ് ദ കറക്റ്റ് ഒഫീഷ്യൽസ്. മോർ നെവർ എന്നല്ല പറയാ, നെവർ മോർ എന്നാണ് പറയാ അല്ലേ? അപ്പോൾ ഇവിടെ ചേഞ്ചസ് ഇൻ ദ വേർഡ് ഓർഡർ. നെവർ മോർ. എന്താണ് നെവർ മോർ? ദാറ്റ് ഈസ് വേർഡ് ഓർഡർ. വേർഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ വാക്കുകൾ എങ്ങനെയാണ് നമ്മൾ ഓർഡറിൽ ചെയ്യുന്നത് എന്നുള്ളതാണ് വേർഡ് ഓർഡർ. ഓഫ് was state food served of the king's ഊട്ടുപുര. ഓഫ് മാറി നമ്മൾ എന്ത് ചെയ്യണം? എറ്റ് എന്നാക്കണം അല്ലേ? എന്നാലേ ആ സെൻറ്റൻസ് കറക്റ്റ് ആവുള്ളൂ. അപ്പം എന്താണ് അവിടെ? ചേഞ്ച് ഇൻ preposition. സോ ചേഞ്ച് ഇൻ preposition. അപ്പം എന്തൊക്കെ തരത്തിലാണ് തെറ്റുകൾ വരുന്നത്? ഒന്നെങ്കിൽ ക്യാപിറ്റൽ ആവാം, അല്ലെങ്കിൽ സ്പെല്ലിംഗ് എറർ ആവാം, അല്ലെങ്കിൽ ടെൻസ് എറർ ആവാം, അല്ലെങ്കിൽ വേർഡ് ഓർഡറിലുള്ള മാറ്റമാവാം, ഓർ ഇറ്റ് ക്യാൻ ബി ഓൾസോ അബൌട്ട് preposition. അപ്പം ഇത്രയും കാര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം? എറേഴ്സ് ഈ ഒരു സെൻറ്റൻസിലുണ്ട്. ഓക്കെ, സോ ഇത്തരത്തിലായിരിക്കും നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ടാവാം. സോ മിസ് ഒരു എക്സാമ്പിൾ തന്നതാണ് കേട്ടോ. യെസ്, ക്യാപിറ്റൽ, എൻക്വയർസ്, ഗേവ്, നെവർ മോർ, എറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് ആൻസേഴ്സ്. ഓക്കെ, yes, I can change the pen color. Please wait. Green okay ആണോ എന്ന് പറയൂ ട്ടോ. I sat there and think. അപ്പം sorry. I sat there and think. No, it's not changing. I don't know why. Please wait. Let me check. Sorry, dear. It is not changing. Okay. Sorry, Harida. The color of the pen is not changing. I think it is set as default. Okay. Yeah, I sat there and think how much I should like to see. So here, think is the first error that you can see. Okay. Think how much I should like to see mine. So, mine is the second color. Sorry, second error. Old father again. So, light and soundless was movement. So this is the third one. Of the train that I could hardly imagine I was in this earth, and so I began to daydream. So there are 4 errors in the textbook. Okay, think, mine, movement and in. So let's see which is the mistake. I sat there and think. So you see sat here അല്ലേ? sat കണ്ടോ? sat പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും? we should use think എന്ന് ഉപയോഗിക്കോ? ഇല്ല. sat is in the past tense. അപ്പോൾ think എന്താവും? think will change into thought. Okay, think thought ആവണം. So this is a tense error. How much I should like to see mine.
മൈൻ എന്നുള്ളത് എന്താണ് അതിലെ മിസ്റ്റേക്ക്? മൈ എന്നാവണം അല്ലേ? മൈ എന്ന് പറയോ? ഇല്ല, മൈ എന്നേ പറയുള്ളൂ. മൈ ഓൾഡ് ഫാദർ അഗൈൻ. സോ ലൈറ്റ് ആൻഡ് സൗണ്ട്ലെസ് വാസ് മൂവ്മെന്റ്. മൂവ്മെന്റിൽ എന്തായിരുന്നു പ്രശ്നം? പറയൂ, പ്ലീസ് പുട്ട് ഇറ്റ് ഇൻ ദ കമന്റ് ബോക്സ്. ഈ മിസ്സിംഗ് ആണല്ലേ മൂവ്മെന്റ്. ദാറ്റ് ഈസ് സ്പെല്ലിംഗ് എറർ. Of the train that I could hardly imagine, I was in this earth. In this earth എന്ന് പറയോ? Change in preposition. On. On this earth എന്നേ പറയുള്ളൂ അല്ലേ? യെസ്, അപ്പോൾ ടെൻസ് ചേഞ്ച് ഉണ്ട്. മൈൻ മൈ ആയി. മൂവ്മെൻറ്റിൻ്റെ സ്പെല്ലിങ്ങിൽ തെറ്റുണ്ട്. ഇൻ എന്നുള്ള പ്രപ്പോസിഷൻ നമ്മൾ എന്താക്കണം? ഓൺ എന്നാക്കണം. എങ്കിലേ ദിസ് ടെക്സ്റ്റ് വിൽ ബി കറക്റ്റ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എപ്പോഴും എഡിറ്റിംഗ് ചെയ്യേണ്ടത്. ഓക്കെ, സോ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ചാപ്റ്റേഴ്സ് പഠിച്ചു, ആൻഡ് ഓൾസോ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ സ്ഥിരമായിട്ട് കാണുന്ന എഡിറ്റിങ്ങും നമ്മൾ 2-3 എക്സാമ്പിൾസ് ചെയ്തു. അപ്പം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള സെൻറ്റൻസുകളൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ വരുത്താൻ വേണ്ടിയിട്ട് ആരോട് പറയുക? പേരൻസിനോട് പറയുക. എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു വാക്കുകളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് പേരൻസിനോട് പറയുക. ആൻഡ് ദെൻ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്താണ് എറേഴ്സ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ സ്വന്തമായിട്ട് അസസ് ചെയ്യണം. ഓക്കെ, അപ്പം ചാപ്റ്റേഴ്സൊക്കെ നന്നായിട്ട് വായിക്കുക. നന്നായി വായിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലോണം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ. ഇപ്പം നിങ്ങൾക്കൊരു എക്സാമിൽ എന്തായാലും ഒരു റീഡിങ് കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ. റീഡിങ് കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയും കൂടിയാണ് എന്ത്? റീഡിങ് കോംപ്രിഹെൻഷൻ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്തുണ്ടാവും? ഒരു പാസേജ് തരും, അതിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങളുണ്ടാവും. ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങളോട് ചോദിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ട് വായിച്ചിട്ട് അത് മനസ്സിലാക്കണം. ദാറ്റ്സ് എൻ ഏരിയ വെർ യു ക്യാൻ സ്കോർ ഫുൾ മാർക്സ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ ഡയറി എൻട്രി, കോൺവെർസേഷൻ റൈറ്റിംഗ്, ഇമെയിൽ റൈറ്റിംഗ് എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരിക. പിന്നെ ദേ ക്യാൻ ഓൾസോ ആസ്ക് യു ഒരു കോൺവെർസേഷൻ തന്നിട്ട് അതിന് വേണമെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ ഫിൽ ചെയ്യാനാവാം. അല്ലെങ്കിൽ ദേ ക്യാൻ പ്രൊവൈഡ് യു ഓൾസോ എ സിറ്റുവേഷൻ ആൻഡ് ദെൻ ആസ്ക് യു ടു റൈറ്റ് എ കോൺവെർസേഷൻ. നമ്മളിപ്പോൾ നേരത്തെ ചെയ്തതുപോലത്തെ ചോദ്യങ്ങളും ആവാം. ഓക്കെ, ഇപ്പോൾ കോൺവെർസേഷൻ എന്തായാലും ചോദിക്കും, ഒരു ഡയറി എൻട്രി എന്തായാലും ചോദിക്കും. ആൻഡ് മോസ്റ്റ് പ്രോബ്ലി ഇറ്റ് വിൽ ബി ഫ്രം എ ഡോൾസ് ജേർണി. ആൻഡ് കുറച്ച് സാധ്യത എന്തിനാണ്? ഒരു 40 to 30% ചാൻസസ് നമുക്ക് റിക്കിന്നും ചോദിക്കാൻ സാധ്യത. ദാറ്റ് ഈസ് ദ റോബോട്ട് വിത്ത് എ വൈറസ് എന്ന ലെസനും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് ഡയറി എൻട്രിക്കുള്ള ഒരു ചാൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്തിരുന്നത്. അതിൻ്റെ പുറമെ എഡിറ്റിംഗ് നോക്കി. എഡിറ്റിംഗിന് എന്തായാലും നിങ്ങൾക്ക് 4 മാർക്സിനോ 6 മാർക്സിനോ ഒരു ക്വസ്റ്റ്യൻ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എഡിറ്റിങ്ങിലുള്ള കുറച്ച് കാര്യങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ആൻഡ് ഓൾസോ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. ഒരു 5-6 പ്രാവശ്യം ടെക്സ്റ്റ് ബുക്ക് വായിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ചാൽ എന്താണ്? നമുക്ക് കഥ എപ്പോഴും ഓർമ്മ ഉണ്ടാവും അല്ലേ? അപ്പോൾ ക്യാരക്ടറിൻ്റെ പേരോ ഏറ്റവും കണ്ടാൽ നമുക്ക് എന്ത് മനസ്സിലാവും? ഓ, ഇത് ഈ ചാപ്റ്ററിൽ നിന്നാണ് ചോദിച്ചതെന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ? അപ്പോൾ നമുക്ക് കഥയൊക്കെ വെച്ച് സമ്മറി എഴുതാനോ അപ്രിസിയേഷൻ എഴുതാനോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യും? പറ്റും. അതിന് വേണ്ടിയിട്ടാണ് മിസ് പറയുന്നത്. മിസ് പിന്നെയും പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കണം. ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് അറിയണം, ആ ക്യാരക്ടേഴ്സ് അറിയണം. അപ്പോൾ എന്തായാലും ഇത് നന്നായിട്ട് പഠിക്കുക. നല്ലോണം പ്രിപ്പയർ ചെയ്താൽ നമുക്കൊരു പേടിയില്ലാതെ എക്സാം എഴുതാൻ പോകും. അപ്പോൾ ഏത് ചാപ്റ്ററിൽ നിന്ന് എന്ത് ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റും അല്ലേ? 2 പോയിട്രിയും 3 കഥകളുമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പം വളരെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ ഡയറക്റ്റ് ആയിട്ട് ലെസണിലുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെയൊന്നും ചോദിക്കാൻ സാധ്യതയില്ല. ആദ്യത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യേണ്ട റീഡിങ് കോംപ്രിഹെൻഷനാണ്. പിന്നെ നിങ്ങൾക്ക് ഒരു 5 ചോദ്യങ്ങളുണ്ടാവും. അതിൽ നിങ്ങൾക്ക് 4 എണ്ണം എഴുതിയാൽ മതിയാവും. ഓക്കെ, 4 എണ്ണം എഴുതാം. അത് നിങ്ങൾക്ക് ഏറ്റവും നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് എന്തായാലും എഴുതിയ മാർക്ക് കിട്ടും എന്നുള്ള 4 എണ്ണം സെലക്ട് ചെയ്തിട്ട് എഴുതുക. സോ ദാറ്റ് അറിയാത്തൊരു സാധനം ചെയ്യാതിരിക്കാൻ നിങ്ങൾക്ക് അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അറിയുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക. പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. എവിടെയാണ് ഹെഡിങ് എഴുതേണ്ടത്, എവിടെയാണ് ഡേറ്റ് എഴുതേണ്ടത്. അപ്പോൾ ഫോർമാറ്റൊക്കെ നോക്കിയതിന് ശേഷം
നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എക്സാമിന് പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട. അപ്പം കുറച്ച് ഡയറീസൊക്കെ എന്തെങ്കിലും ടോപ്പിക്സൊക്കെ എടുത്തിട്ട് എഴുതി നോക്കുക. കറക്റ്റ് ആവുന്നുണ്ടോ, എഴുതിയിട്ട് ശരിയാവുന്നുണ്ടോ, നിങ്ങൾ തന്നെ വായിച്ച് അസസ് ചെയ്ത് മനസ്സിലാക്കുക കേട്ടോ. അപ്പം അങ്ങനെയാണ് നമ്മൾ റൈറ്റിംഗ് ആണ് എപ്പോഴും നന്നായി എഴുതി നോക്കണം. എഴുതി നോക്കിയാലേ നമുക്ക് മിസ്റ്റേക്ക് അറിയില്ല. അപ്പോൾ വായിക്കുമ്പോൾ നമ്മൾ വയ്ക്കും നമ്മൾ പഠിച്ചെന്നല്ലേ, അപ്പം ചിലപ്പോൾ പഠിച്ച് കാണില്ല. അപ്പോൾ എഴുതി നോക്കുമ്പോഴേ ഉള്ളൂ എന്താണ് നമ്മളുടെ മിസ്റ്റേക്ക് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം എല്ലാവർക്കും കുറേ തെറ്റുകളുണ്ടാവും അല്ലേ. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. അപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ചാപ്റ്റർ നന്നായി വായിക്കുക, അതിൻ്റെ ഉള്ളിൽ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് നോക്കുക, ആൻഡ് ഓൾസോ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടാവും. ആക്ടിവിറ്റീസൊക്കെ പഠിക്കുക. നമ്മുടെ എക്സാം പോയിൻറ്റ് ഗൈഡ് ബുക്കിൽ നിങ്ങൾക്ക് വേണ്ട കോൺവെർസേഷൻ, റീഡിങ് പാസേജസ്, ഇമെയിൽസ്, പോസ്റ്റേഴ്സിനുള്ള എക്സാമ്പിൾസ്, ഡയറിക്കുള്ള എക്സാമ്പിൾസ് എല്ലാം ഉണ്ട്. മിസ് പേജ് നമ്പറൊക്കെ ഒന്നും കൂടെ പറഞ്ഞുതരാം, സോ ദാറ്റ് നിങ്ങൾക്ക് എവിടെയെങ്കിലും എഴുതി വെക്കണമെങ്കിൽ എഴുതി വെക്കാം. Conversation is in page number 16, email is in page number 18, then posters on page number 20, diary writing page number 38, and also വേറെയും കുറേ എക്സാമ്പിൾസും ആക്ടിവിറ്റീസും അഡീഷണൽ ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മളെ എക്സാം പോയിൻറ്റ് ഗൈഡ് ബുക്കിലുണ്ട്. ഇനി ഗൈഡ് ബുക്ക് വാങ്ങണമെങ്കിൽ ആമസോൺ വഴിയും അല്ലാത്ത അടുത്തുള്ള സ്റ്റോറുകളും ബുക്ക് സ്റ്റോളിലും എല്ലാം നമ്മളുടെ ഗൈഡ് ബുക്ക്സ് അവൈലബിൾ ആണ്. ഇനി വാങ്ങിക്കാത്തവരൊക്കെ പോയി വാങ്ങിച്ച് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, സോ ദിസ് ഇസ് എഡിറ്റിംഗ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ദ ഗ്രാമർ സെക്ഷൻ നമ്മൾ നന്നായിട്ട് നോക്കുക കേട്ടോ. പ്രപ്പോസിഷൻ എന്താണ്, ഇൻ, ഓൺ, എറ്റ്, ഓഫ്, അണ്ടർ, അബവ്, ബിനീത്ത്, ബെസൈഡ്, അപ്പം അതൊക്കെ എവിടെയാണ് ഉപയോഗിക്കുക എന്നൊക്കെ നന്നായിട്ട് നോക്കി വെച്ചിട്ട് എക്സാമിന് പോവുക. ആൻഡ് ഓൾസോ ടെൻസുകൾ, അപ്പം ടെൻസ് എവിടെയെങ്കിലും മാറി കിടക്കുന്നുണ്ടോ എന്നൊക്കെ സിമ്പിളായിട്ടുള്ള പാസ്റ്റ് ടെൻസ്, പ്രസൻറ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ് അതൊക്കെ ഒന്ന് നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്, മിസ്സിന് അറിയാം. എന്നാലും ഒന്നും കൂടെ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം എക്സാമിന് പോവുക. അപ്പോൾ ടെൻഷനൊന്നും വേണ്ട. ബി ലൈക്ക് എ ക്ലോക്ക്. ക്ലോക്ക് എന്താണ്, എപ്പോഴും കറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പം അതേപോലെ നിങ്ങളും പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഡു വെൽ ഫോർ യുവർ എക്സാം. അപ്പം സമയം പോയി എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കാതെ ഇനിയുള്ള സമയം നന്നായി പഠിക്കുക. ബി ലൈക്ക് എ ക്ലോക്ക്. എന്നിട്ട് നന്നായി ആക്റ്റീവായിട്ട് നമ്മൾ പഠിക്കുക. പഠിക്കുന്ന സമയം നന്നായി പഠിക്കുക. ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും വേണം. നന്നായി പഠിക്കാൻ എന്താണ്, ഹാർഡ് വർക്ക് വേണം അല്ലേ. ലൈക്ക് വൈസ് യു ഷുഡ് ഓൾസോ ഡു സ്മാർട്ട് വർക്ക്. സ്മാർട്ട് വർക്ക് എന്താണ്, എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് ആദ്യം മനസ്സിലാക്കുക, ആൻഡ് ദെൻ യു ഡു എ സ്മാർട്ട് വർക്ക്. സോ ഐ ഹോപ്പ് യുവർ എക്സാംസ് വിൽ ബി വെരി ഈസി ഫോർ യു. നന്നായി പഠിക്കുക. ഡു വെൽ. ഐ വിഷ് യു ഓൾ good success in the coming examination. Thank you and happy learning.